യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഇന്ന് എത്രാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോകുന്നത്? 9-ാം വാക്യം. 7-8 ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു, വരണമായിരുന്നു ശനിയാഴ്ച. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഈ വാക്യം എല്ലാവരും 3 പ്രാവശ്യം വായിച്ചാട്ടെ. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഒന്നുകൂടെ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഒന്നുകൂടെ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ചിന്തിച്ച് എന്തുവാ യേശു പറഞ്ഞേ? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ. ആരെ സ്നേഹിക്കുന്നത് പോലെ? പിതാവ് ആരെ സ്നേഹിക്കുന്നത് പോലെ? യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ. ഇനി ആ വാക്യം അവിടെ കൈവച്ചിട്ട് വാക്യം എടുത്തവർ 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചാട്ടെ. എന്തോ വായിച്ചേ? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന്, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും. നീ ആരെ? പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ ആരെയും? അവരെയും. അല്ലെങ്കിൽ യേശു പ്രാർത്ഥിക്കുക, പൗരോഹിത്യ പ്രാർത്ഥന നടക്കുക, മഹാപുരോഹിതന്റെ പ്രാർത്ഥന നടക്കുക, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും, അങ്ങ് പിതാവ് അങ്ങയുടെ മകനായ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ അങ്ങ് അവരെയും സ്നേഹിക്കുന്നു എന്നും. അപ്പം നമ്മളെ പിതാവ് എങ്ങനെയാ സ്നേഹിക്കുന്നേ? ഉറക്കെ പറ. ചിലരെന്നെ വാ തുറക്കാതെ. പിതാവ് നമ്മളല്ലാത്തപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര ശബ്ദമാണല്ലോ. ഞാൻ ഇന്നാളി വന്നപ്പം കേൾക്കട്ടെ, എങ്ങനെ പിതാവ് നമ്മളെ എങ്ങനെയാ സ്നേഹിക്കുന്നത്? ഉറക്കെ പറഞ്ഞേ, ജസ്റ്റിനെ ഉറക്കെ പറഞ്ഞേ. ഉറക്കെ ഇവിടെ പറഞ്ഞേ, ഉറക്കെ. പിതാവ് എങ്ങനെയാ നമ്മളെ സ്നേഹിക്കുന്നത്? ഉറക്കെ. യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ പിതാവ് എന്നെ സ്നേഹിക്കുന്നത്. എന്നിട്ട് പറയാം, ആ സ്നേഹത്തിൽ കണ്ണുറച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മധ്യേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഇടപെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ മാറ്റണമേ, ഞങ്ങളുടെ ജ്ഞാനത്തെ മാറ്റണമേ, ഞങ്ങളുടെ അറിവിനെ മാറ്റണമേ. ഞങ്ങൾക്ക് വേണ്ടുന്ന മന്ന തന്ന് തൃപ്തിപ്പെടുത്തണം. ഈ ആഴ്ച പോകുവാൻ, ഈ ഭൂമിയിൽ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ ജയത്തോടെ കയറുവാൻ വേണ്ടുന്നത് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ എന്തിനായി ചർച്ച വരണമെന്ന് പറയുന്നറിയാമോ? വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? കേൾവിയാൽ. എന്ത് കേൾക്കുന്നോ അതാ നമ്മൾ വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്ത് കേൾക്കുമോ അത് നമ്മൾ വിശ്വസിക്കും. സ്തോത്രം. അപ്പം നമ്മൾ എന്ത് കേൾക്കണം? ഇവിടെ പറയുന്നു വിശ്വാസം. റോമാലേഖനത്തിൽ പറയുന്നു വിശ്വാസം കേൾവി. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഇങ്ങോട്ട് നോക്കിയേ, അഭിഷേകമുള്ള വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് എന്തായി മാറും? വിശ്വാസമായി മാറും. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചാൽ, ദൈവസഭയിൽ വരേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസാണ് പറയുന്നത്. കാരണം ദൈവസഭയിൽ എന്താ നമ്മൾ കേൾക്കുന്നത്? നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനമുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനമുണ്ട്, നമ്മളെ പണിയുന്ന വചനമുണ്ട്, നമ്മളെ ഗുണീകരിക്കുന്ന വചനമുണ്ട്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് നമ്മൾ വന്ന് അനുദിനം ഈ വചനം കേൾക്കുമ്പോൾ എന്ത് നമ്മുടെ വർദ്ധിക്കും? ഉറക്കെ പറഞ്ഞാട്ട്. ചർച്ച വന്ന് വിശ്വാസം വർദ്ധിച്ച ഒരു സ്വതന്ത്രം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അതോ ഇവിടെ ചർച്ച വന്ന് കൈയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി വീണ്ടും ഭാരവും പ്രയാസവുമായിട്ടാണോ പോകുന്നത്? അങ്ങനെങ്കിൽ മരുന്ന് മാറിക്കഴിക്കണം. കാരണം നമ്മൾ ചർച്ച വന്നു, വിശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടു. ഈ മാസം കർത്താവ് നമ്മളെ ജയത്തോടെ നടത്തും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ മാസം ജയത്തോടെ നടത്തും. മാത്രമല്ല, നഷ്ടമായി പോയ കാലങ്ങളെ മടക്കി തരും എന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഈ കേട്ട വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ബലപ്പെടുന്നത്.
സഭയ്ക്കകത്ത് പ്രധാനമായിട്ട് നടക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു പ്രക്രിയയാണ്. വിശ്വാസത്തിൻ്റെ മസിലിനെ വലുതാക്കും. വിശ്വാസത്തിൻ്റെ മസിൽ വലുതാകണം എങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. വേദോസം പറഞ്ഞു, എൻ്റെ നീതിമാൻ ലിവിങ് ബൈ, മറന്നുപോയി അല്ലേ, വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെ ജീവിക്കും? അപ്പം ദൈവദാസന്മാർ വേദോസം നമ്മൾ പഠിക്കുമ്പോൾ ഇവരെല്ലാം ജീവിച്ചത് എങ്ങനെ? വിശ്വാസത്തല്ല, കണ്ടുകൊണ്ടല്ല വിശ്വസിക്കുന്നത്, കാണാതെ വിശ്വസിക്കുക ചെയ്തത്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഒരു ജിമ്മിലേക്ക് പോകുമ്പോൾ ഒരു മസിൽ ഡെവലപ്മെൻറ്റ് നടക്കുക. ഈ മസിൽ ഡെവലപ്മെൻറ്റ് നടക്കണം. അപ്പോൾ ഈ ഒരു മസിൽ ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഈ മസിലിന് ചുറ്റും ഒത്തിരി ഫാറ്റുണ്ട്. സ്വത്രം. ഈ ഫാറ്റ് നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് ഇതിനെ ബേണാക്കി കഴിയുമ്പോഴാണ് ഒറിജിനൽ മസിൽ പുറത്തു വരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംശയത്തിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പുറത്തോട്ടിറങ്ങുമ്പോൾ കമ്പനിയിൽ അവർ പറയുന്ന ചില വാക്കുകൾ, കൂട്ടുകാർ പറയുന്ന വാക്കുകൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ചിന്തകൾ, നിരാശയുടെ വാക്കുകൾ, അങ്ങനെ പല നുണകൾ നമ്മുടെ മനസ്സിൽ കിടക്കുക. ഇതെന്തിനെ ബാധിക്കും? നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. അപ്പം അതിനെ ഓവർകം ചെയ്യണം. ഒത്തിരി ഫാറ്റുള്ള മനുഷ്യനാണെങ്കിൽ അവന് മസിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം. ഇതുപോലെ നമുക്ക് വിശ്വാസം പോരാന്നുണ്ടെങ്കിൽ, നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഏറ്റവും അധികം നമ്മൾ കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ വിശ്വാസത്തിലുള്ള അത്ഭുതങ്ങൾ കാണാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് ചർച്ചിൽ വരണമെന്ന്. ഇന്നിപ്പോൾ ചർച്ചിൽ വരാതെ വീട്ടിൽ ഇരുന്നാൽ ഇത് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റത്തില്ല. അപ്പം ചർച്ചിൽ വന്ന് കേൾക്കുന്നതും ലൈവ് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചർച്ചിൽ വരുമ്പോൾ അതിൻ്റെ സാന്നിധ്യത്തിലിരുന്നാണ് കേൾക്കുന്നത്. സ്തോത്രം. അപ്പം ചർച്ചിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ എന്താ വലുതാകുന്നത്? നമ്മുടെ വിശ്വാസം വലുതാകും. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ചെറിയ വിശ്വാസം, നിങ്ങളുടെ കുറഞ്ഞ വിശ്വാസം, വലിയ വിശ്വാസം. അപ്പം നമ്മൾ ആരായി മാറണം? വലിയ വിശ്വാസമുള്ളവരായി മാറണം. വലിയ വിശ്വാസം വന്നാൽ വലിയ അത്ഭുതം നടക്കും. പിശാച് നമ്മുടെ വേറെ ഒന്നിൻ്റെ പുറകെയല്ല പിശാച് വരുന്നത്. പിശാച് വരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പുറകെയാണ്. കാരണം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു വിടുകയാണ്, നിങ്ങളുടെ നഷ്ടമായി പോയ കാലങ്ങളെ കർത്താവ് മടക്കി തരും. ആമേൻ. എന്നിട്ട് ഞാൻ ഒരു വേദപുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞു, നയനിലെ വിധവയുടെ കുഞ്ഞിനെ മടക്കി കൊടുത്തതുപോലെ ദൈവത്തിന് മടക്കി തരാൻ കഴിയും. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരുത്തം പറയാം, അടാ കൊച്ചേ, ഈ കാലഘട്ടത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. വേറൊരുത്തം പറഞ്ഞു, അങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസം ശോഷിച്ചു പോകും. വിശ്വാസം ശോഷിക്കുകയല്ല, ദൈവവചനം കേട്ട് അത് വീണ്ടും ഉരുവിട്ട് അത് വീണ്ടും കേട്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ മസിലിനെ ശക്തിപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് നടത്താൻ പറ്റുകയുള്ളൂ. കാരണം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ മസിൽ. അപ്പം നമുക്ക് ചുറ്റും ഇങ്ങോട്ട് നോക്കിയേ, ഒരു ചെറിയ ഒരു കട്ടി, ഇതാണ് വിശ്വാസം എന്ന് വെച്ചോ. ഈ വിശ്വാസത്തിന് ചുറ്റും ഒത്തിരി ഫാറ്റ് ഉണ്ട്. ഡിപ്രഷൻ ഉണ്ട്, നിരാശ, അവിശ്വാസം, മറ്റു കൂട്ടുകാരുടെ വാക്കുകൾ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വാക്കുകൾ, നമ്മുടെ പഴയ എക്സ്പീരിയൻസുകൾ, പലതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസം ഇങ്ങനെ കൂനി പൊക്കോണ്ടിരിക്കുക. അവൻ പള്ളി വരുമ്പോൾ ഭയങ്കര സന്തോഷം, പുറത്തോട്ടിറങ്ങുമ്പോൾ വിശ്വാസം പോയി. പുറത്തോട്ടിറങ്ങി ആരെങ്കിലും എന്തെങ്കിലും പറയാം, എടാ ആ രോഗം വന്നോ ചത്തുപോയായിരുന്നു, അയ്യോ ചത്തുപോയി, അപ്പം ഞാനും ചത്തുപോയിരിക്കും. എടാ നീ ചാകത്തില്ലെന്നല്ലേ സഭയെന്ന് പറഞ്ഞേ. എടാ അവൻ നശിച്ചാലും നീ നശിക്കത്തില്ലെന്നേ. കാരണം നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവാ. അവൻ തകരുന്നു എന്ന് പറഞ്ഞാൽ നീ തകരണമെന്നുണ്ടോ? കാരണം നിന്റെ അകത്താരായിരിക്കുന്നത്. അപ്പം അവൻ തകർന്നല്ലോ, അപ്പം ഞാനും തകരും, എന്നാ പിന്നെ തകർന്നേക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിന് പറയണം, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണും. ഞാൻ ജീവനുള്ള ദേശത്ത്. അപ്പോഴാ ഒരുത്തനും ഇങ്ങോട്ട് വന്ന് പറയും നടക്കത്തില്ല. ആര് പറഞ്ഞു നടക്കത്തില്ലെന്ന്? വേദവസ്വം പറഞ്ഞല്ലോ നടക്കുമെന്ന്. വേദവസ്വം നടക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നടക്കും. അപ്പൊ പിശാച് എന്ത് ചെയ്യും? നിന്റെ വിശ്വാസത്തെ ഹിറ്റ് ചെയ്യാൻ നോക്കും. വിശ്വാസം വന്നാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ കുഞ്ഞെ? വിശ്വാസം വന്നാൽ ദൈവം ഇറങ്ങി വരും. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം വലുത്, ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ യേശു അത്ഭുതം ചെയ്തത് മുഴുവൻ വിശ്വാസം കണ്ടിട്ടാ. അപ്പൊ പിശാചിന് എന്ത് വേണം? പിശാച് എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസത്തെ മറിച്ചു കളയാൻ നോക്കും. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഉറക്കെ സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ചെന്നാലും കുഞ്ഞുങ്ങളെ കളിപ്പിക്കുക. ചർച്ച വന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിച്ചാൽ ഇത് കേൾക്കാൻ പറ്റത്തില്ല. വിശ്വാസം എവിടെ പോകും? വിശ്വാസം കുഞ്ഞുങ്ങളുടെ കൂടെ പോകും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ വിശ്വാസം എങ്ങനെ വരും? ഉറക്കെ ചെവിയെ പിടിച്ചിട്ട് പറ, രണ്ട് ചെവിയെ പിടിച്ച് പറ, ഇത് കൂർത്തിരിക്കട്ടെന്ന് പറ. വിശ്വാസം എങ്ങനെ വരും? ഉറക്കെ പറഞ്ഞാട്ട്, കേൾവിയാൽ.
എങ്ങനെ കേൾക്കണം? വിശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കണം. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, പിശാച് എന്ത് ചെയ്യും? പിശാച് നമ്മുടെ വിശ്വാസം കളയാൻ നോക്കും. അതിന് പിശാച് എന്ത് ചെയ്യും? ചില വ്യക്തികളെ ഉപയോഗിക്കും, ചില കുഞ്ഞുങ്ങളെ ഉപയോഗിക്കും, ചില വീട്ടുകാരെ ഉപയോഗിക്കും, നാട്ടുകാരെ ഉപയോഗിക്കും, ബന്ധുക്കാരെ ഉപയോഗിക്കും. പിശാച് പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒനീഡ ടിവിയുടെ കൊമ്പും വെച്ചോണ്ടല്ല വരുന്നത്. പിശാച് വരുന്നത് നമ്മുടെയൊക്കെ വേഷത്തിലാണ്. അപ്പം ഇങ്ങനെ വന്നിട്ട് നമ്മളോട് പലതും പറഞ്ഞ് നമ്മുടെ വിശ്വാസം കളയും. നിന്റെ വിശ്വാസം പോകരുത്. നിനക്കൊരു പ്രത്യാശ വേണം. ക്രിസ്തു എൻ്റെ അകത്തിരിക്കുന്നിടത്തോളം ഞാൻ തകർന്നു പോവുകയില്ല, ഞാൻ പരാജയപ്പെട്ടു പോവുകയില്ല. ഞാൻ ജയിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാ ഞാൻ ജയിക്കുന്നത്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തോട്ടെ. അവൻ നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കേണ്ടവരാ. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നടക്കേണ്ടവരാ. നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയേണ്ടവരാ. നമ്മൾ തകർച്ച പറയേണ്ടവരല്ല, തളർച്ച പറയേണ്ടവരല്ല. നമ്മൾ പറയേണ്ടത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ വിഷയത്തിൽ ഞാൻ ജയമെടുക്കും. ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എടാ കൊച്ചു ദാവീദേ, നിനക്ക് എങ്ങനെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ കഴിയും? ദാവീദ് പറയും, ഞാൻ കൊച്ചതാണെങ്കിലും എന്റെ ദൈവം വലുതാ. ഞാൻ കൊച്ചതാണെങ്കിലും എന്റെ ദൈവം വലുതാ. ഞാൻ ചെറുതാണെങ്കിലും എന്റെ ദൈവം വലുതാ. ഞാൻ ചെറുതാണെങ്കിലും എന്നിൽ ഇരിക്കുന്നവൻ വലുതാ. അതാണ് വിശ്വാസത്തിന്റെ വാക്കെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നോക്കിയാൽ ഗോലിയാത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ദാവീദ് പറയടാ, നീ വലിയ ലോകത്തിലെ ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്നു, നീ മിസൈലും റോക്കറ്റും ഒക്കെ ആയിട്ട് വന്നു. അപ്പം ഇവിടെ നോക്കിയാൽ ഒറ്റ വാക്കാ ദാവീദ് പറയുന്നത്, ഞാൻ വരുന്നത് എൻ്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ. ഇത് പറഞ്ഞപ്പോഴേ ഗോലിയാത്തിനെ മുട്ടിടിച്ചു. കാരണം ഇതുവരെ അവൻ ഈ വാക്ക് കേട്ടിട്ടില്ല. വിശ്വാസത്തിന്റെ വാക്ക് പ്രതിസന്ധിയെ നോക്കി പറ, മുട്ടിടിക്കും. നിന്റെ അല്ല, പ്രതിസന്ധിയുടെ മുട്ടിനെ ഇടിപ്പിക്കുന്ന വാക്കുകൾ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ അലിപ്പിക്കുന്ന വാക്കുകൾ, നിന്റെ രോഗത്തെ ഓടിക്കുന്ന വാക്കുകൾ. അതാണ് ചർച്ച വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനം. ചർച്ച വരുമ്പോൾ ഇത് നിന്റെ ഉള്ളിൽ കയറണം. അവൻ ചർച്ച പ്രയോജനമാണോ അല്ലയോ എന്നറിയാം. നമ്മൾ പല ചർച്ചകൾ ചാടിച്ചാടി നോക്കും. ഒരു ചർച്ച ഒറ്റച്ചാട്ടം, അവിടെ ചെന്ന് കുറച്ച് കണ്ടപ്പോൾ അവിടുത്തെ അഭിഷേകത്തിന്റെ അഭിഷേകം പോയി എന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് പോയി. അപ്പം ഈ പുള്ളി ചെല്ലുന്നിടത്തെല്ലാം അഭിഷേകത്തിന്റെ അഭിഷേകം പോവാം. എന്നാന്നറിയാമോ? ഇതിന് പോയാൽ ഒരൊന്നും ഇല്ല. വറ്റി വരണ്ട കിണറുമായിട്ടാണ് നടക്കുന്നത്. പ്രാപിക്കണം ദൈവസാന്നിധ്യത്തിലിരുന്ന്. ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം ഇങ്ങോട്ട് നോക്കി, എന്താ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രതിസന്ധിയെ ഓടിക്കുന്ന വാക്കുകളായിരിക്കും. നമ്മൾ പ്രതിസന്ധിയെ കാണുമ്പോൾ നിങ്ങൾക്കറിയാമോ, ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ പറയും, പട്ടി നമ്മളെ കടിക്കാൻ വരുമ്പോൾ പട്ടിയെ കണ്ടു ഓടിയാൽ പട്ടി പുറകെ ഓടി വരും. മറിച്ച് പട്ടിയെ കണ്ടു നോക്കിയിരുന്നേ, ഞാൻ പറഞ്ഞത് പോലെ പോയി നോക്കണ്ട കേട്ടോ, ഒന്ന് നോക്കി നിന്ന് നോക്കി എന്നാ അച്ചായന്മാർ പറഞ്ഞു. ഞാൻ നിൽക്കത്തില്ല, ഞാൻ രക്ഷപ്പെട്ടോളാം. പക്ഷേ സാധാരണ പട്ടിയെ കണ്ട് നോക്കിയാൽ പട്ടി ഓടുമെന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. നാട്ടിലൊക്കെ പോവല്ലേ കേക്കെ. നമ്മൾ നമ്മുടെ പ്രതിസന്ധിയെ കണ്ണുരുട്ടി കാണിക്കാൻ പഠിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന ബുദ്ധിമുട്ടിനെ കണ്ണ് ഉരുട്ടി കാണിക്കാൻ പഠിക്കണം. അവരോട് പറയണം, നീ പലതിനെ തിന്നു കാണും, നീ പലതിനെ നശിപ്പിച്ചു കാണും, പക്ഷെ എന്നെ നശിപ്പിക്കുക, എന്നെ തകർക്കുക, എന്നെ നശിപ്പിച്ചു കളയുക നിനക്ക് കഴിയത്തില്ല. കാരണം എന്നിൽ വസിക്കുന്നവൻ നിന്നിൽ വസിക്കുന്നവനേക്കാൾ. ഇതാ ചർച്ച വന്നുള്ള ഗുണം. ചർച്ച വരുമ്പോൾ എന്ത് വർദ്ധിക്കും? വിശ്വാസത്തിന്റെ മനസ്സിൽ വരുന്നത് ഇല്ല. ചർച്ച വന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര ബഹളമൊക്കെ വെച്ചു പുറത്തോട്ടിറങ്ങി വീണ്ടും പ്രതിസന്ധിയെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കുക. ആരെയൊക്കെയോ വിളിക്കുന്നു, ദൂരദേശങ്ങളിലേക്ക് വിളിക്കുന്നു. അവിടെ നിന്നെല്ലാം വിളിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കുന്തവും ചെയ്യണം, നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. സ്വത്രം അടുത്തേക്ക് വിശ്വാസത്തിന്റെ വാക്ക് പറ. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുക. ഞാൻ ഇതൊന്നും ധ്യാനിച്ച കാര്യമല്ല ഈ പറഞ്ഞത്. ഗോലിയാത്തിനോട് ദാവീദ് പറഞ്ഞ വാക്ക് ഗോലിയാത്തിന്റെ പ്രഷർ കൂട്ടി കാണും. കാരണം എന്താ അറിയോ? ഗോലിയാത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരുത്തം പോലും, ഒരു ഇസ്രായേലിയും പോലും വിളിച്ചു പറയാത്ത കാര്യമാണ് അവൻ ദാവീദ് ചങ്കൂറ്റത്തോടെ നിന്ന് പറഞ്ഞത്. അങ്ങനെ നീ ഇന്ന് പകൽക്കാലം നിന്റെ പ്രതിസന്ധിയെ നോക്കി നിന്റെ ശക്തി കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് നിന്നിൽ വസിക്കുന്നവന്റെ ശക്തിയാ. നീ പറയാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാരണം ഉയർത്തി സ്തോത്രം ചെയ്തേ. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, കാത്തിരിക്കാൻ പറ, ദൈവപ്രവൃത്തി നടക്കാൻ പോവാ. കാത്തിരിക്കാൻ പറ, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോവാ. നിന്റെ ജീവിതത്തിൽ നീ കാത്തിരിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് സഭയോട് ദൂത് പറയുന്നു. നിന്റെ കാത്തിരിപ്പിനെ തകർക്കുന്ന അവിശ്വാസത്തിന്റെ ചിന്തകൾ, നിന്റെ കാത്തിരിപ്പിനെ തകർക്കുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ, നിന്റെ കാത്തിരിപ്പിനെ തകർക്കുന്ന, നിന്റെ ബലം കെടുത്തി കളയുന്ന, നിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന അവിശ്വാസത്തിന്റെ സംഭവങ്ങൾ ശത്രു കൊണ്ടുവരുമ്പോ സഹോദര, ഇന്ന് കാത്തിരിക്കാൻ നീ തയ്യാറായാൽ അത്ഭുതം നീ കാണും. അടുത്തേക്ക് നല്ല കൈ കൊടുത്തോ. നീ കാത്തിരിക്കാൻ പറ.
ഇന്ന് സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കാത്തിരിക്കാൻ. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോവാ. ആത്മാക്കൾ ഇരച്ച് കയറാൻ പോവാ. ഉണർവ് വ്യാപരിക്കാൻ പോവാ. നിന്റെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവാ. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോവാ. വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ കൈകൾ അടിച്ച് സ്വപ്നത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു കാത്തിരിക്കാൻ. പരിശുദ്ധാത്മാവ് പറയുന്നു കാത്തിരിക്കാൻ. പരിശുദ്ധാത്മാവ് പറയുന്നു കാത്തിരിക്കാൻ. എന്നോട് നോക്കിയേ, ഞാൻ ഒരു ദൂതുള്ള പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജിലേക്ക് വരാം. എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, പറഞ്ഞുകൊണ്ടിരുന്നു ഈ ആഴ്ചകൾ ദൈവസഭ കാത്തിരുന്നു. ദൈവം വലിയ കാര്യം ചെയ്യാൻ പോവാ. നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ അടുപ്പിക്കാതെ നിന്റെ വിശ്വാസത്തെ ശോഷിപ്പിച്ച് കളയുന്ന ചില പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ നിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകും. പക്ഷെ നീ കാത്തിരുന്ന ഈ യോബിന്റെ കാലം പോലെ ഒരു വലിയ തിരിച്ചുമറി, ഒരു ടേൺ അറൗണ്ട്, ഒരു ടേൺ അറൗണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. വിശ്വസിക്കുന്ന കരം ഉയർത്തി ഒരു ടേൺ അറൗണ്ട്, ഒരു ടേൺ അറൗണ്ട്, ഒരു ടേൺ അറൗണ്ട്, ഒരു ടേൺ അറൗണ്ട്. സ്ഥിതി മാറി മറിയാമോ? വേദപുസ്തകത്തിൽ ഏറ്റവും കാലം ഏറ്റവും ധീരനായി കാത്തിരുന്നത് യോബാ. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. യോബിന്റെ പുസ്തകം 14 ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് യോബ് പറയാം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം, എനിക്ക് മാറ്റം വരുവോളം, എനിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുവോളം, എനിക്ക് ഒരു മാറ്റം വരുവോളം. യോബ് ഇവിടെ പറഞ്ഞ കർത്താവിന്റെ മടങ്ങി വരവരും ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ. എനിക്കൊരു മാറ്റം ഉണ്ടായാൽ മതി. കാരണം മാറ്റം വരുമെന്ന് യോബിന് ഉറപ്പാ. അടുത്തിരിക്കാനുള്ള സ്ഥിതി മാറും, നീ കാത്തിരുന്നോളാം പറ. സ്ഥിതി മാറും, നീ കാത്തിരുന്നോളാം പറ. നിന്റെ സ്ഥിതി മാറും, നീ കാത്തിരിക്കണം. ആമേൻ. യോബിന്റെ കാത്തിരിപ്പ് ഒന്ന് നോക്കിയേ, എന്ത് ത്യാഗപൂർണമായ കാത്തിരിപ്പാ. സ്വന്തം ഭാര്യ യോബിനോട് പറഞ്ഞു, നിനക്ക് ഒരു പണിയുമില്ലേ, നീ ഒരു പൊട്ടനായി പോയോ? കൂട്ടുകാർ തള്ളി പറഞ്ഞു, കൂടെ നടന്നവർ തള്ളി പറഞ്ഞു. പക്ഷെ യോബ് ദൈവത്തിൽ കാത്തിരിക്കുവാൻ തയ്യാറായി. ഇന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറ, കാത്തിരുന്നാൽ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. അവൻ ആ കാത്തിരുന്ന യോബിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ യോബിന്റെ പുസ്തകം താഴോട്ട് വരുമ്പോൾ 38-ാം അധ്യായം 1-ാം വാക്യം പറയുമ്പോൾ എന്നാ പറയുന്നത്? അവൻ ചുഴലിക്കാറ്റിൽ, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ യോബിനോട് ഉത്തരം അരുളി ചെയ്തു. എവിടെ നിന്ന് ഉത്തരം അരുളി ചെയ്തു? ചുഴലി അടിച്ച് കറങ്ങി നിൽക്കുമ്പോൾ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ജൂലൈ മാസം 13-ാം തീയതി നിന്നോട് ദൈവാത്മാവ് പറയുക, നീ കാത്തിരിക്കുന്നത് വൃഥാവായി പോകത്തില്ല. നിന്റെ ജീവിതം ടേൺ അറൗണ്ട് ആകും, നിന്റെ സ്ഥിതി ടേൺ അറൗണ്ട് ആകും, നിന്റെ അവസ്ഥ ടേൺ അറൗണ്ട് ആകും, നിന്റെ ചുറ്റുപാടുകൾ ടേൺ അറൗണ്ട് ആകും, നിന്റെ ശരീരത്തിന്റെ സ്ഥിതി ടേൺ അറൗണ്ട് ആകും, നിന്റെ തലമുറയുടെ സ്ഥിതി ടേൺ അറൗണ്ട് ആകും. God is going to change all your situations. കരമടിച്ച് കരമടിച്ച് ഉടാരാവ ശാഖൽ കവാന ഓ രാവ കവാന ശാൽ കവാന ഉടാരാവൽ കവാന. ടേൺ അറൗണ്ട്. ഒരു കാത്തിരിക്കുന്നവന് മേൽ ഒരു ടേൺ അറൗണ്ട് നടക്കും. കാത്തിരിക്കുന്നവന് മേൽ ഒരു ടേൺ അറൗണ്ട് നടക്കും. കാത്തിരിക്കുന്നവന് മേൽ ഒരു ടേൺ അറൗണ്ട് നടക്കും. ചിലരുടെ വിശ്വാസത്തിന് മസിൽ ബലപ്പെടുക, വിശ്വാസത്തിന് മസിൽ ബലപ്പെടുക. നീ കാത്തിരിക്കാൻ തയ്യാറാണോ? സ്ഥിതി മാറ്റാൻ, സ്ഥിതി മാറ്റാൻ, സ്ഥിതി മാറ്റാൻ ദൈവം വിശ്വസ്തന. കരമടിച്ച് ഓ രാഖാവ ശേഖെ ഓ ശൽഖവാന രേഖെ ശൽഖോ രേഖെ ശകരവൽഖവ ഓ റബൽഖവാന ശേഖെ. ആമേൻ. അപ്പം യോബിന്റെ കാത്തിരിപ്പിന്റെ ഫലമായി 38-ാം അധ്യായം വന്നപ്പോൾ ദൈവം യോബിനോട് സംസാരിച്ചു. 42-ാം അധ്യായം വന്നപ്പോൾ 12-ാം വാക്യം 42-12 വന്നപ്പോൾ ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ, ഇങ്ങനെ യഹോവ യോബിന്റെ പിൽക്കാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. നീ കാത്തിരുന്നാൽ സ്ഥിതി മാറും. ഇപ്പോഴത്തെ പ്രസംഗങ്ങൾ കാത്തിരിക്കാൻ പഠിപ്പിക്കുന്നില്ലല്ലോ. ടപ്പോ പിടിച്ചോ 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 ഒന്നും പിടിക്കുന്നില്ലല്ലോ ആരും. സ്തോത്രം. ആകാശത്തേക്ക് വെടിവിടുന്ന പോലെ മനുഷ്യൻ, ദൈവമക്കൾ കാത്തിരുന്നിട്ടുണ്ട്, ദൈവദാസന്മാർ കാത്തിരുന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്ന പ്രോഗ്രസിങ് പ്രവൃത്തിയാ. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ദൈവം ചെയ്യും. നീ ഇൻസ്റ്റന്റ് ആക്കാൻ നോക്കരുത്, ദൈവദാസന്മാർ ഇൻസ്റ്റന്റ് ആക്കിക്കാൻ നോക്കരുത്. ദൈവം ചെയ്യേണ്ട പ്രവൃത്തി ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവന്റെ സമയത്ത് അവൻ അത് ചെയ്യുക തന്നെ ചെയ്യും. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്തു, കരമടിച്ചു കർത്താവിന് മഹത്വം കൊടുത്തു.
കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നീ വാഗ്ദത്തമുള്ളവനാ, നിന്റെ മേൽ ഒരു വിളി ഉള്ളതാ, നിന്റെ മേൽ ഒരു വാഗ്ദത്തം ഉള്ളതാ. എന്നാൽ നീ കാത്തിരിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് സമയത്ത് പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തന. നിൽക്കെ പക്ഷെ വിശ്വാസികളുടെ പ്രശ്നം എന്താണ്? അവൻ ഇന്ന് വിടുതൽ കാണണം, തട്ടുദോശ അടിക്കുന്ന പോലെ ഇപ്പൊ അനുഗ്രഹം പ്രാപിക്കണം, ഇപ്പൊ കാര്യം നടക്കണം. അത് ദൈവസഭയ്ക്കകത്തില്ല ബ്രദറെ. നീ കാത്തിരിക്കെ, നിന്റെ കാത്തിരിപ്പ് വേസ്റ്റ് ആയി പോത്തില്ല. ഭാര്യ പറഞ്ഞു, യോവേ അച്ചായ കൊച്ചാച്ച എന്തിനായി കാത്തിരിക്കുന്നത്? കൂട്ടുകാരി പറഞ്ഞു, എന്തിനാ കാത്തിരിക്കുന്നത്? യോബ് പറഞ്ഞു, എനിക്കറിയാം ഞാൻ കാത്തിരിക്കുന്നത് വൃഥാവാകത്തില്ല. 42-ാം അധ്യായം യോബിന്റെ പുസ്തകം എഴുതുമ്പോൾ പറയുക, യോബിന്റെ ആ കാലങ്ങളും ഈ കാലങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസം വന്നു. അങ്ങനെ വ്യത്യാസം വരുത്താൻ ദൈവം മതിയായവനാണ്. സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവയിൽ ധൈര്യപ്പെട്ടിരിക്കുക. പിന്നെ വാക്യം അറിയത്തില്ലേ? യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം. ദാവീദ് ശത്രുവിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാനിരിക്കുമ്പോൾ ദാവീദിന്റെ ഉള്ളത്തോട് ദാവീദ് പറയുക, സങ്കീർത്തനങ്ങൾ 27:14, യഹോവയിൽ. അടുത്തേക്ക് യഹോവയിൽ, ഉറക്കെ പറ, യഹോവയിൽ പ്രത്യാശ വെക്കുക. സങ്കീർത്തനങ്ങൾ 27:14, യഹോവയിൽ പ്രത്യാശ വെക്കുക. അടുത്തേക്ക് ധൈര്യപ്പെട്ടിരിക്കെ. മുഖത്ത് നോക്കി പറ, ധൈര്യപ്പെട്ടിരിക്കെ. എന്റെ പൊന്ന് ബ്രോ ഒന്ന് പറ, ധൈര്യപ്പെട്ടിരിക്കെ, ധൈര്യപ്പെട്ടിരിക്കെ. നിന്റെ കാത്തിരിപ്പ് വേസ്റ്റ് അല്ല. വാക്ക് പറഞ്ഞവൻ ദൈവമാ. അവൻ യഹോവയിൽ ധൈര്യപ്പെട്ടിരിക്കെ. പറ, ധൈര്യപ്പെട്ടിരിക്കാൻ പറ. നിങ്ങളോട് പറ, ധൈര്യപ്പെട്ടിരിക്കെ. ദാവീദിനോട് പറയാ, ദാവീദിന്റെ മുമ്പിൽ ശത്രുവിന്റെ സൈന്യം വരുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദാവീദ് കാത്തിരിക്കുക. അപ്പൊ ദാവീദ് തന്നെ ദാവീദിനോട് പറയാ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കണ. ധൈര്യം. ഈ ജനം പറയും പറ്റത്തില്ല, ഈ മനുഷ്യൻ പറയും നടക്കത്തില്ല. പക്ഷെ അകത്തെ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുക, പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. വാക്ക് പറഞ്ഞവൻ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. അടുത്തേക്ക് ദൈവം അനുഗ്രഹിക്കുന്ന പടിപടിയായിട്ടാ. ഒറ്റയടിക്ക് അനുസരിച്ച് അനുഗ്രഹിച്ചാൽ ചിലപ്പോൾ താഴെ പോകുന്നിരിക്കും. ദൈവം പടിപടിയായിട്ട് അനുഗ്രഹിക്കും. ദൈവം പടിപടിയായിട്ട് കയറ്റും. പറഞ്ഞിട്ട് ദൈവം പടിപടിയായിട്ട് അനുഗ്രഹിക്കും. സ്ഥിതി പടിപടിയായിട്ട് മാറ്റി തരും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തെ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആമേൻ. യേശു പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട, ദൈവത്തെ വിശ്വസിക്ക്. വാക്ക് പറഞ്ഞ ദൈവം അത് നിവർത്തിക്കാൻ മതിയായവനാ. അപ്പം കാത്തിരിപ്പ് ദൈവമൊക്കെ കൊണ്ട് ദിവസത്തെ ഒത്തിരി പേരുടെ കാത്തിരിപ്പ് നമുക്കറിയാം. ഹന്ന കാത്തിരുന്ന് കരഞ്ഞു. ഹന്നയ്ക്ക് നേരത്തെ കൊടുത്താൽ പോരായിരുന്നു. കാരണം ഹന്ന കരഞ്ഞു പുറത്തു കൊണ്ടുവന്നത് ആശവുമേലെ. ഓ സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവല്ല. ഒന്നുകൂടെ പറയാം, എൻ്റെ കാത്തിരിപ്പ് ഒരിക്കലും. കർത്താവ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹത്തിന് ടോൾ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വണ്ടി ഇപ്പുറത്തിടേണ്ട വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടതാ. നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിക്കണമെന്നില്ല. അദ്ദേഹത്തിന് ടോൾ അടിക്കാൻ പൈസ ഇല്ലാതെ അദ്ദേഹം വണ്ടി ഇപ്പുറത്തിട്ട് നടന്നപ്പുറത്ത് പോയിട്ടുണ്ട്. ആ വ്യക്തി ഇപ്പോൾ സ്വന്തം പ്ലെയിൻ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ പ്ലെയിൻ മേടിക്കാനല്ല, ദൈവം അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ പടിയായിട്ട് അവനിതിനെ അനുഗ്രഹിക്കാൻ കഴിയും. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അടുത്തേക്ക് നമ്മൾ കാത്തിരുന്നാൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. കാത്തിരുന്നാൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയും. ഏലിയാവിന് അറിയാം മഴ പെയ്യുമെന്ന്. അവൻ വരൾച്ച ദൈവം മാറ്റുമെന്ന് ഏലിയാവിന് അറിയാം. പക്ഷെ ഏലിയാവ് കാത്തിരിക്കുക. എന്നിട്ട് ഏലിയാവ് തന്റെ ശിഷ്യനോട് പറഞ്ഞു, നീ സമുദ്രത്തിലേക്ക് നോക്കി നിന്നോണം, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ആ മാറ്റം വരുന്നത് വരെ ഏലിയാവ് കാത്തിരിക്കാൻ തയ്യാറായി. ഏലിയാവ് ഓടിപ്പോയില്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയ വിശ്വാസികൾക്ക് പറ്റുന്ന പരാജയം, വന്ന ഉടനെ വിടുതൽ നടക്കണം, വന്ന ഉടനെ സൗഖ്യം നടക്കണം, വന്ന ഉടനെ അത് കിട്ടണം, ഇത് കിട്ടണം. ഇതും അതും കിട്ടുന്ന അല്ല ബ്രദറെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവൻ ദൈവത്തിന് കാത്തിരിക്കും. അവൻ അറിയാം, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് സമയാസമയങ്ങളിൽ എന്റെ ആവശ്യങ്ങളിൽ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ ആവശ്യങ്ങളിൽ സമയാസമയങ്ങളിൽ, എന്റെ ആവശ്യങ്ങളിൽ സമയാസമയങ്ങളിൽ ഇറങ്ങി വരും. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് വിലാപങ്ങൾ 3:25 ആരെങ്കിലും വായിച്ചേ. വിലാപങ്ങൾ 3:25.
വിലാപങ്ങൾ 3:25. തന്നെ കാത്തിരിക്കുന്നവർ. ആർക്കാ? ഉറക്കെ പറ. കർത്താവേ ഇപ്പം ചെയ്യണം, ഇല്ല ഞാൻ പടങ്ങി പോകും, ഇപ്പം ചെയ്യണം, ഞാനല്ലേ സഭ മാറും, ഇപ്പം ചെയ്യണം, അത് ചെയ്യണം. ഇതല്ല ദൈവമക്കൾ പറയുന്നത്. വേദോസം പറയുന്നത് തന്നെ കാത്തിരിക്കുന്നവർക്ക് അവരിൽ നിന്ന് വരും ബ്രദറെ, അവൻ എന്നെ സൗഖ്യമാക്കും ബ്രദറെ. യോബേ നിർത്തണ പരിപാടി. യോബ് പറഞ്ഞു ഞാൻ നിർത്തത്തില്ല. യോബേ നീ എന്തിനാണ് ഈ കാത്തിരിക്കുന്നത്? എനിക്കറിയാം കാത്തിരിക്കുമ്പോൾ വരുന്ന ദൈവമുണ്ട്, എൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് യോബിന് അറിയാമായിരുന്നു. ആ അറിവാണ് യോബിനെ കാത്തിരിപ്പാൻ പ്രേരിപ്പിച്ചത്. ദൈവസഭയോട് ദൈവാത്മാവ് പറയുന്നു, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാ, നീ കാത്തിരുന്നോ, നിന്റെ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും. ജോയിച്ച ബ്രദറെ എന്താ പറഞ്ഞേ? തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. ആർക്കാ നല്ലവൻ? വായിക്കേ. തന്നെ കാത്തിരിക്കുന്നവർ. എല്ലാരും വായിച്ചേ, കണ്ണു തുറന്ന് എല്ലാരും വായിച്ചേ. ആർക്കാ നല്ലവൻ? ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു നടന്നില്ല, എന്നാ പിന്നെ ഞാൻ കർത്താവിനോട് കട്ടിയ എന്ന് പറയുന്നവനല്ല നല്ലവൻ. പിന്നെ കാത്തിരിക്കുക. എനിക്കറിയാം മഴ പെയ്യുമെന്ന്. എന്നോട് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുട്ട എഴുന്നേൽക്കുന്ന പരിപാടിയില്ല. മഴ പെയ്യുക തന്നെ ചെയ്യും. എനിക്ക് തലമുറയെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലും തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ സ്ഥിതി മാറ്റുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതവസ്ഥയിലും എൻ്റെ സ്ഥിതി മാറ്റും. കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാ. കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാ. കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ല ദൈവമാണ്. കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ല ദൈവമാണ്. അടുത്തേക്ക് കൈ കൊടുത്തവർ കാത്തിരിക്കുന്നവർക്ക്. കാത്തിരിക്കുന്നവർക്ക് നല്ല അനുഭവം പറഞ്ഞേ. കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ല ദൈവമാണ്. ആമേൻ. ധൈര്യമായിട്ട് കാത്തിരുന്നു, ധൈര്യമായിട്ട് കാത്തിരുന്നു. വേദപുസ്തകത്തിൽ ആരൊക്കെ കാത്തിരുന്നു അവരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആരൊക്കെ കാത്തിരുന്നു അവരൊക്കെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ആരൊക്കെ കാത്തിരുന്നു അവരൊക്കെ വാഗ്ദത്തം നിറവേറ്റി പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് കാത്തിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മസിൽ ഇച്ചിരി ബലപ്പെട്ടില്ലേ? ബലപ്പെട്ടോ ഇല്ലയോ? ഒരു കാര്യം മനസ്സിലാക്കേ, ഉടനെ വന്നില്ലേലും നിന്നോട് പറഞ്ഞ വാഗ്ദത്തം വരും. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ദിവസം എന്നാ പറഞ്ഞതറിയാമോ? യേശുവിനെ പിതാവ് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ പിതാവ് എന്നെ സ്നേഹിക്കുന്നേ. അതൊന്ന് മനസ്സിലാക്കി ഒരു ആമീൻ പറഞ്ഞേ. ഒന്നുകൂടെ പറയാം. യേശുവിനെ പിതാവ് എങ്ങനെ സ്നേഹിക്കുന്നു. എങ്ങനെയായിരിക്കും സ്നേഹിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ച്. യേശുവിന് എത്ര സ്നേഹമായിരുന്നു, എത്ര ഇഷ്ടമുണ്ടായിരുന്നു? ഒരിഷ്ടം, രണ്ടിഷ്ടം, മൂന്നിഷ്ടം, എത്ര ഇഷ്ടമുണ്ടായിരുന്നു? പറ എൻ്റെ അച്ചായ, എത്ര ഇഷ്ടമുണ്ടായിരുന്നു വിൻസെൻ്റ് ബ്രദറെ? അങ്ങനെ അങ്ങ് പറയാതെ എത്ര ഇഷ്ടമുണ്ട്? നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ട്? ലിബിനി, നിങ്ങളോടൊക്കെ മക്കൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് എത്ര ഇഷ്ടമുണ്ട്? ജീവനോളം ഇഷ്ടമുണ്ട്. ഓക്കെ, ജിസ്മോൾക്ക് എന്നാ പറയാനുള്ളത്? ഇഷ്ടമില്ലേ കൊച്ചി? യേശുവിനെ പിതാവ് എത്രമാത്രം ഇഷ്ടപ്പെട്ടോ. പിതാവിൻ്റെ വേദോസം പറയുന്നേ ഏകജാതൻ. ഈ ഏകജാതനെ എത്രമാത്രം ഇഷ്ടപ്പെട്ടോ അത്രയും എന്നെ ഇഷ്ടമാണ്. നമ്മളെ ഇത്രയും ഇഷ്ടമാണ് പിതാവിന്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ നിങ്ങളോട് ഇന്ന് ദൈവത്തെ സ്നേഹിക്കാനല്ല പറയുന്നത്. യേശു പറഞ്ഞു എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. യു അണ്ടർസ്റ്റാൻഡ് മൈ ലവ്. എനിക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ മനുഷ്യൻ സ്നേഹം തേടി വട്ടമോടുക, സ്നേഹം തേടി ഓരോരുത്തരുടെ പുറകെ പോവുക, സ്നേഹം തേടി ഓരോരുത്തരുടെ പുറകെ പോവുക. പക്ഷെ സ്നേഹം തേടി നീ എങ്ങ് പോകണ്ട. നിന്നെ തേടി വന്ന സ്നേഹമാ യേശു. നിന്നെ തേടി വന്ന സ്നേഹം, നിന്നെ തേടി വന്ന സ്നേഹം. നിന്നെ തേടി വന്ന സ്നേഹമാണ്. നീ ഒന്നുമല്ലാതിരിക്കുമ്പോ, നീ ആരുമല്ലാതിരിക്കുമ്പോ, നിനക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോ നിന്നെ തേടി വന്ന സ്നേഹമാ യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഓ ഗ്ലോറി. പ്രിയപ്പെട്ടവരെ, ഉറക്കെ പറ, എന്നെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. അതൊന്ന് മനസ്സിലാക്കിക്കേ. പിശാച് എപ്പോഴും പറഞ്ഞിരുന്ന കാര്യം എന്താണെന്നറിയോ? നിന്റെ ദൈവത്തിന് ഇഷ്ടമില്ല. പക്ഷെ വാസ്തവം എന്നറിയാമോ? നിന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ ഇഷ്ടപ്പെടുന്ന ആരെ പോലെ? എൻ്റെ പൊന്നെ, എൻ്റെ കണ്ടുപിടുത്തമല്ല. യോഹന്നാൻ 17 നമ്മൾ വായിച്ചു. എന്നാ വായിച്ചത്?
നീ എന്നെ അയച്ചിരിക്കുന്നതെന്നും ഞാൻ പറയടാ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. അച്ഛാ ഓടിവാ. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഇത് പിതാവായ ദൈവമാ വർഗീസച്ചായൻ കേട്ടോ. ഉദാഹരണമാണ്, ആരാധിച്ചു കളയല്ലേ. അവൻ ഇത് പിതാവായ ദൈവം, ഞാൻ യേശു. അപ്പം ഞാൻ പറയുക, പിതാവേ നീ അപ്പൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ അങ്ങ് ഇവരെയും സ്നേഹിക്കുന്നില്ലേ? എത്രമാത്രം ഈ പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നു അത്രയും ഒരു ശകലം പോലും കുറവുണ്ടായിരുന്ന യേശു പറഞ്ഞു, ഒരു ഡിഗ്രി കുറവല്ലേ പിതാവ്? നോ, യേശു പറഞ്ഞില്ല. യേശുവിനറിയാം പിതാവ് എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയോ അതുപോലെ. Thank you Lord Jesus. Thank you Lord Jesus. Thank you Lord Jesus. അതുപോലെ ഉറക്കെ പറഞ്ഞ അതുപോലെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ല ബ്രദറെ. ഇത് കേൾക്കും തോറും ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴ എന്നു ഇവിടെ നോക്കിയേ. എൻ്റെ മനസ്സിൽ ഈ ഭാഗം വായിച്ചപ്പോൾ, ഞാൻ പ്രസംഗമൊന്നും പ്രിപ്പയർ കാര്യമായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഇത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ സ്നേഹം അറിയാതെ പോകുന്നതാ. നമ്മൾ ഈ സ്നേഹം മനസ്സിലാക്കിയാൽ ക്രിസ്ത്യൻ സഭകളിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മൾ വ്യക്തികൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷയവും വരത്തില്ല. കാരണം എന്നറിയാമോ? നമുക്കൊരു തിരിച്ചറിവുണ്ടായാൽ മതി. യേശുവിനെ പിതാവ് എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്നത്. എന്നെ രണ്ടാംകട സ്നേഹമല്ല നടത്തുന്നത്, എന്നെ പുറംവാതിലൂടെയുള്ള സ്നേഹമല്ല. ദ റിയൽ ലവ്. ഒന്നും എന്റെ കണ്ടോണ്ടല്ല, പിന്നെയോ എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ബ്രദറെ. എന്നാന്ന് എനിക്കറിയാൻ മേല, എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതാ വാസ്തവം എന്ന് പറയുന്നത്. ഓ ജീസസ്, എന്നെ അങ്ങ് പിതാവിന് ഇഷ്ടമായി പോയി. ഈ സ്നേഹത്തിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിതാവിന് നമ്മളെ ഇഷ്ടമായി. എത്രമാത്രം ഇഷ്ടമുണ്ട്? ഉറക്കെ പറ. പിതാവിന് നമ്മളെ എത്രമാത്രം ഇഷ്ടമുണ്ട്? യേശുവിനോട് എത്ര ഇഷ്ടം. പിതാവ് തൻ്റെ പുത്രൻ ക്രൂശിൽ താൻ പറഞ്ഞതനുസരിച്ച് മരിക്കാൻ ഇറങ്ങി വന്ന ആ പുത്രനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അത്രയും എന്നെയും ഇഷ്ടപ്പെടുന്നു. ഈ സ്നേഹം നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതം മാറും. ഈ സ്നേഹം തിരിച്ചറിയാഞ്ഞത് കൊണ്ടാ ഹവ്വായും ആദാമും പാപം ചെയ്തത്. ഈ സ്നേഹം നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ എല്ലാം ദൈവ സ്നേഹത്തിലാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് വേഗത്തിൽ പറയുമ്പോൾ, ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചു. ഈ സ്നേഹം കർത്താവ് അവരോട് ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ട് കൊടുത്തല്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുപോലെ അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു, അവരെ എല്ലാം പരിപാലിച്ചു. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ടായി. അവർക്ക് ഈ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകലും ദൈവമക്കളെ, നമ്മുടെ പരാജയമെന്ന് പറയുന്നത് പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. എത്രമാത്രം പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് കണ്ണു തുറന്നിരുന്നു. ആരും ഇപ്പം ധ്യാനിക്കൊന്നും വേണ്ട. എത്രമാത്രം നമ്മളെ പിതാവ് സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞാട്ടെ. എത്രമാത്രമാ? യേശുവിനെ പിതാവ് എത്ര സ്നേഹിക്കുന്നുവോ അത്രയും സ്നേഹിക്കുന്നു. നമ്മളെ ഇസ്രായേലിനോട് പറയാ, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. അടുത്തത്, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. മലാഖിയുടെ പുസ്തകം 1:2 പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇവർക്ക് ഈ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആർക്കാ? ഇസ്രായേൽ മക്കൾക്ക്. അപ്പം ഇങ്ങോട്ട് നോക്കാം മക്കളെ, എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, എൻ്റെ പൊന്ന് തങ്കക്കുടമേ ഒന്ന് കേട്ട, ഇതൊന്ന് കേട്ടാൽ നിന്റെ ജീവിതം മാറും. ദൈവം അവരോട് സ്നേഹത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് പറയുക. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം പറയുക, നിനക്കറിയാമോ നിന്നെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കുന്നത്? പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ ഒരു കുഞ്ഞിനെ മറക്കുമോ? ഇവരിടക്കിടയ്ക്ക് പറയും, ഇത് ഞങ്ങളെ മറന്നില്ല, ഇത് ഞങ്ങളെ കൈവിട്ടില്ല. എടാ, ഇവൻ വേണ്ടാത്ത വഴിക്ക് പോയി. അപ്പൊ ദൈവം ഒന്ന് മാറി നിന്നു. ഉടനെ ഇവരിടക്കിടയ്ക്ക് പറഞ്ഞു, നീ ഞങ്ങളെ കൈവിട്ടില്ലേ? അവസാനം ദൈവം പറയുക, എൻ്റെ കുഞ്ഞെ ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. പാല് കൊടുക്കുന്ന അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? ആമേൻ.
അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് എഴുതിക്കുന്നുണ്ട് സക്കിങ് ചൈൽഡ്. സക്കിങ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ പാല് കൊടുത്തോണ്ടിരിക്കുക. ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? 21 വയസ്സുള്ളവനെ മറക്കുമോ എന്നല്ല ചോദിച്ചത്. തൻ്റെ മാറത്തിരിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? അവരോട് ചോദിക്കുക, കുഞ്ഞെ നീ എൻ്റെ സ്നേഹമൊന്നും മനസ്സിലാക്കടാ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ചെറിയ സ്നേഹമല്ല. അമ്മിഞ്ഞ പാല് കൊടുത്തോണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? 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 അടുത്ത വാക്യം, താൻ പ്രസവിച്ച മകനോട് അവർ മറന്നു കളഞ്ഞാലും, പാല് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും, എൻ്റെ പൊന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചത് നിത്യസ്നേഹത്താലാ. 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 ഞാൻ നിന്നെ സ്നേഹിച്ചത് നിത്യസ്നേഹത്താലാ. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് ഇവിടെ ദൈവം പിതാവായി പറഞ്ഞില്ല, അമ്മയായി പറഞ്ഞു? എന്നെ ഒന്ന് കേട്ടേ പൊന്നെ, ശ്രദ്ധിക്കേ. ചർച്ച വന്നതല്ലേ ഞാൻ പറഞ്ഞു, ചർച്ച വന്ന ബെനിഫിറ്റായി മാറണം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തുകൊണ്ട് കടയിൽ പോയിട്ട് വരുന്ന അപ്പനെ ഉപമിക്കാഞ്ഞത്? എന്തുകൊണ്ട് പാല് കൊടുക്കുന്ന അമ്മയെ ഉപമിച്ചു? കാരണം പാല് കൊടുക്കുന്ന അമ്മയ്ക്കറിയാം അമ്മയുടെ ഹൃദയസ്പന്ദനം. ഈ കുഞ്ഞിൻ്റെ ചൂട് അമ്മയ്ക്കറിയാം. ഒരു കുഞ്ഞിനെ അമ്മ പാല് കൊടുത്തിട്ട് കിടത്തുമ്പോൾ ഒരു നല്ല അമ്മയ്ക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല. ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാ അമ്മയ്ക്ക്. അമ്മയുടെ മനസ്സിൽ കിടക്കുന്നത്, എടാ ബ്ലാങ്കറ്റ് കൊച്ചിൻ്റെ മുഖത്തോട്ട് വീഴുമോ, അപ്പുറത്ത് കിടക്കുന്ന ഒരു കാല് ഇവൻ്റെ ദേഹത്ത് വരുമോ എന്നെല്ലാം ഭാരപ്പെട്ട് അപ്പൻ പോത്തുപോലെ കിടന്നുറങ്ങുമ്പോൾ അമ്മ പല പ്രാവശ്യം എഴുന്നേറ്റ് നോക്കും ഈ കുഞ്ഞിനെ. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഈ പിള്ളേരെ അവൾ വളർത്തുക. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാണെങ്കിൽ പിള്ളേർക്ക് സുഖമാണ്. പിന്നെ കാരണം ഈ എലജയൊക്കെ ജനിച്ച് വന്നപ്പം നമ്മൾ കുപ്പിപ്പാൽ ഉണ്ടാക്കി അവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. ഞാൻ കുപ്പിപ്പാൽ ഇങ്ങനെ പിടിച്ചാണ് കിടക്കുന്നത്. കാരണം വേണേ കുടിച്ചോണം, എന്നെ കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ ദൈവം പറഞ്ഞത് ഒരമ്മ. കാരണം അമ്മയ്ക്ക് പാല് കൊടുക്കുന്ന കൊച്ചിനെ മറക്കാൻ കഴിയത്തില്ല. ഓരോ സെക്കൻഡുകളിലും അമ്മ കുഞ്ഞിൻ്റെ പുറകെ നോക്കി നിൽക്കുക. സ്നേഹമുള്ള അമ്മ രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് നോക്കും, ഇവൻ്റെ കിടപ്പകനുണ്ട്, ഇവൻ്റെ മേൽ ബ്ലാങ്കറ്റ് കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നത് പോലെ ഇത്രമാത്രം ഒരമ്മ സ്നേഹിക്കുന്നു. എന്നിട്ട് ദൈവം പറയാ, ഈ അമ്മ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല. ഇന്നിവിടെ സ്നേഹം ലഭിക്കാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ആരൊക്കെ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ആരുടെയും സ്നേഹം നിനക്ക് വേണ്ട കുഞ്ഞ്. നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ്, നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് നിനക്ക് വേണ്ടി ഉണ്ട് എന്ന ബോധ്യം നിന്റെ ജീവിതത്തെ അസാധാരണമാക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹം നിഷേധിക്കപ്പെട്ട് സ്നേഹം ലഭിക്കാതെ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാട്ടെ. ഇത്രയും പറഞ്ഞിട്ട് മലാഖിയുടെ പുസ്തകത്തിൽ ഇവരെ ചോദിക്കുക, നീ ഞങ്ങളെ എങ്ങനെയാ സ്നേഹിച്ചത്? നീ എന്തോ ഞാനാ ഞങ്ങളെ സ്നേഹിച്ചത്? ഇന്നലെ ഇവൻ എന്നോട് പറഞ്ഞു അപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് അവനെ സ്നേഹമില്ലെന്ന്? ഇവൻ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പഠിക്കാൻ പറഞ്ഞു റിമോട്ട് കൊടുക്കാഞ്ഞാൽ ഇവൻ എന്നോട് ഈ അപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ നാളെ ഇത് പറയുമെന്ന്. കാരണം ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു. ഉദാഹരണത്തിന് ദൈവം എത്ര വിശ്വസ്തൻ. അവൻ ഞാൻ അവനോട് പറഞ്ഞു നാളെ ഞാൻ ചർച്ചയിൽ പറയും. കാരണം എടാ ഇവന് പോഷനാ, അവൻ കൊച്ചാ, അവൻ അറിയത്തില്ല എൻ്റെ ഹൃദയം. ഞാൻ എന്തിനാ അവനത് കൊടുക്കാതിരുന്നത്? അവനോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? പക്ഷെ അവന്റെ ശൈശവമായതുകൊണ്ട് അവൻ ചോദിച്ചു അപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. നമ്മൾ ചോദിക്കത്തില്ലേ ഇടയ്ക്ക്, കർത്താവേ നീ എന്റെ പ്രാർത്ഥന കേൾക്കാതെ എന്നാ, നീ എന്നാ എന്നോട് മറുപടി പറയാത്ത, നീ എന്നെ മറന്നു കളഞ്ഞോ, നീ എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? അറിവുകളാണ്. അവൻ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആരും സ്നേഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഇടയ്ക്ക് മനസ്സിലാക്കത്തില്ല അവന്റെ സ്നേഹം. എന്റെ സ്നേഹം കൊണ്ടാ ഞാൻ അവനെ ചിലപ്പോൾ വഴക്ക് പറയുന്നത്, എന്റെ സ്നേഹം കൊണ്ടാ ഞാൻ ചിലപ്പോൾ അവനെ അടിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഇവന് പറയും അപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങളോട് സ്നേഹമില്ല. ഇതുപോലെ ഇസ്രായേൽ പറഞ്ഞത്. ഈ സ്നേഹം തിരിച്ചറിഞ്ഞില്ല, ഈ സ്നേഹം തിരിച്ചറിഞ്ഞില്ല. ഇന്ന് പകൽ ദൈവ പൈതലേ, അണ്ടർസ്റ്റാൻഡ് ഹിസ് ലവ്. അവൻ നിന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ചിലപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത എന്നാന്നറിയാമോ? നമ്മൾ ചോദിക്കും അപ്പാ നീ എന്നെ മറന്നോ കർത്താവേ. ചില പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നെ മറന്നുപോയോ, നിനക്കിപ്പോൾ എന്നോട് സ്നേഹമില്ലേ? നിന്നെ മറക്കാൻ അവന് കഴിയത്തില്ല. അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും
ഞാൻ നിന്നെ മറക്കത്തില്ല. അത് പ്രധാനമന്ത്രിയുടെ വാക്കല്ല, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച വാക്കു മാറാത്ത ദൈവത്തിന്റെ വാക്ക. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ വാക്കു മാറാത്ത ദൈവം പറയുക. അപ്പൊ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ പറയും, അപ്പയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല, അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല. ഇതുപോലെ ഇസ്രായേലും പറഞ്ഞു, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന തെളിവല്ല. എടാ, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മുകളിൽ വഹിക്കുന്നത് പോലെ കയ്യ കാലങ്ങളിൽ ഞാൻ നിന്നെ നടത്തി. പക്ഷെ നീ വഴി മാറിപ്പോയപ്പോൾ, നീ മാറി നടന്നപ്പോൾ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു, ഞാൻ നിന്നെ ശാസിച്ചു. ഫോർ വാട്ട്? നിനക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഇന്ന് പകൽ ഈ സ്നേഹം എത്ര പേർ തിരിച്ചറിയും? പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഒരു കഥയാ. ഈ രാജാവ് ഉള്ള സമ്പത്തെല്ലാം ഉണ്ട്. അങ്ങേർക്ക് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ മകൻ ആകെ സംശയമാ. അപ്പനോട് സ്നേഹമില്ല, അപ്പനോട് സ്നേഹമില്ല. കാരണം അപ്പൻ രാജാവാ. പക്ഷെ ഉള്ളതല്ല ഇവനെ കൊടുക്കാൻ പറ്റുമോ? ഉള്ളതല്ല ഇവനെ കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞെ ശ്രദ്ധിച്ചേ, എല്ലാം ഇവന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്നാന്നറിയാമോ? ഇവൻ കുഞ്ഞാ. അപ്പൊ ഇവന് അപ്പനോട് ഭയങ്കര ദേഷ്യം ഉള്ളുകൊണ്ട്. കാരണം ഇവൻ പറയുക, അപ്പനോട് സ്നേഹമില്ല, അപ്പനോട് സ്നേഹമില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അപ്പന്റെ മന്ത്രിയും ഇവനും കൂടെ ഒരു കടൽ യാത്രയ്ക്ക് പോയി. എന്ത് യാത്രയ്ക്കാ പോയി? കടലിൽ കൂടെ യാത്ര ചെയ്യാൻ പോയി. എന്നിട്ട് ഇവൻ കടൽ യാത്ര അപ്പന്റെ പെർമിഷനോടുകൂടെ പോയി. കുറേ ദിവസങ്ങൾ കടലിൽ യാത്ര ചെയ്തു. ഈ മടങ്ങി വരുന്ന ദിവസം അപ്പൻ പറഞ്ഞു, അപ്പന്റെ പ്രജകളോടും സഹമന്ത്രിമാരോടും ഒക്കെ പറഞ്ഞു, നമുക്ക് ആ പോർട്ടിൽ പോയി മകനെ സ്വീകരിക്കണം. മകൻ വരുമ്പോൾ അവനെ നമുക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വ്യക്തി ആളുകൾ എല്ലാവരുമായിട്ട് പോർട്ടിൽ പോയി നിൽക്കുക. അപ്പം മകൻ അവിടുന്ന് വരിക. മകനും മന്ത്രിയും കൂടെ ആ കപ്പലിന്റെ ഡക്കിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് മകൻ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, എൻ്റെ അപ്പനോട് സ്നേഹമില്ല, എൻ്റെ അപ്പനോട് സ്നേഹമില്ല. ഇങ്ങേർക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിത് തിരിച്ചറിയണം. എന്നിട്ട് മന്ത്രിയോട് പറഞ്ഞു, എൻ്റെ അതേ രൂപത്തിലൊരു കോലമുണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് മന്ത്രിയുടെ ഡക്കിൽ ഈ കോലത്തെ കൂടെ നിർത്തി. ഈ കോലവും മന്ത്രിയും കൂടെ ഡക്കിൽ നിൽക്കുക. ഡക്കിൽ നിൽക്കുമ്പോൾ അവൻ കണ്ണെത്താവുന്ന ദൂരത്തെത്തി. അപ്പൻ നോക്കിയപ്പോൾ മന്ത്രി നിൽക്കുന്നു, അതിനപ്പുറത്ത് തൻ്റെ മകനും നിൽക്കുന്നു. കുറച്ചുകൂടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയോട് പറഞ്ഞു, എൻ്റെ കോലം എടുത്ത് വെള്ളത്തിലോട്ടങ്ങ് ഇട്ടേക്കണം. ഈ കോലം മന്ത്രി വെള്ളത്തിൽ തള്ളിയിട്ടു. ഇവിടെ നിൽക്കുന്ന രാജാവിന് അല്പം മാത്രം നീന്തേ അറിയത്തുള്ളൂ. രാജാവ് മന്ത്രിയോട് പറഞ്ഞു ചാടാൻ. മന്ത്രി ചാടിയില്ല. കൂടെയുള്ളവരോട് പറഞ്ഞു ചാടാൻ. ആരും ചാടിയില്ല. അവസാനം അല്പം മാത്രം നീന്തറിയാവുന്ന അപ്പൻ വെള്ളത്തിൽ ചാടി. ഒരു പ്രകാരത്തിൽ നീന്തി 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 ഈ ഷിപ്പിന്റെ അടുക്ക ചെന്ന് ഈ കോലത്തിന്റെ അടുക്ക ചെല്ലുമ്പോൾ നിറ കണ്ണുകളോടെ നിൽക്കുന്ന മകനെയാണ് അപ്പൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കേ, അപ്പന്റെ സ്നേഹം വലുതാ. നമ്മൾ വിചാരിക്കും നമ്മളെ സ്നേഹമില്ലെന്ന്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്നില്ലെന്ന്. പിതാവ്, ആമേൻ, യേശു ഗെത്സമനേൽ എന്ന് പറഞ്ഞു, പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ നമുക്ക് വേണേ പറയാമായിരുന്നു, എന്നാലും ഈ പാനപാത്രം എനിക്ക് തരണോ? മോനെ, ഇതാവശ്യമാ. ചിലത് ദൈവം അനുവദിക്കുന്നത്, ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അത് ആവശ്യമായതുകൊണ്ടാ. നമ്മളെ സ്നേഹിക്കുന്നത് സാധാരണ സ്നേഹമല്ല, നിത്യസ്നേഹമാ. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അത് നിത്യസ്നേഹമാ, അത് താൽക്കാലിക സ്നേഹമല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പണ്ട് വാട്സപ്പിലൊക്കെ ഒരു രംഗം കണ്ട ഓർമ്മയുണ്ടോ? ഒരു റെഡ് റോസ് എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരൻ ഓടി 400 മീറ്റർ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന രംഗത്ത് 400 മീറ്റർ ഓടി 100 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇദ്ദേഹത്തിന്റെ മാംസപേശിക്ക് പിടുത്തം വന്നിട്ട് ഇദ്ദേഹം ഒത്തി ഓടാൻ തുടങ്ങി. ഓടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾ, അല്ലെങ്കിൽ ഓട്ടത്തിൽ 1ാം സ്ഥാനത്ത് ചെല്ലേണ്ട വ്യക്തിയാ, ഇവൻ ഒത്തി ഓടുമ്പോൾ അവനെല്ലാവരും നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ സെക്യൂരിറ്റികളെയൊക്കെ തള്ളി മാറ്റി ഇതാ ഒരു പ്രായമുള്ള മനുഷ്യൻ ഓടി വന്ന് ഇവന്റെ തോളത്ത് പിടിച്ച് ഇവന്റെ കൂടെ നടക്കാൻ തുടങ്ങി. അവനോട് പറഞ്ഞു, മോനെ, നീ ഫിനിഷ് ചെയ്യണം എന്ന് പറഞ്ഞ് അവനെ താങ്ങി ഫിനിഷിംഗ് പോയിന്റ് കൊണ്ടുപോകുന്ന ഒരു രംഗം നമ്മളെല്ലാം വാട്സപ്പിൽ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരും ചോദിച്ചു, ഇതാരാ? സെക്യൂരിറ്റിയുടെ ഭേദങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് സെക്യൂരിറ്റി തടസ്സം പറഞ്ഞപ്പോൾ ഇതാരാ ഓടി വന്നെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതെന്റെ അപ്പനാ. ഈ ലോകത്തിലെ അപ്പൻ ഇത്രമാത്രം സ്നേഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നു. എന്താ സംഭവിച്ചത്? ഒന്നുറക്കെ പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ. നമ്മൾ പറയും, ദൈവം എന്നെ സ്നേഹിക്കുന്നു.
ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കേ, എത്രമാത്രം അവൻ സ്നേഹിക്കുന്നേ, എത്രമാത്രം അവൻ സ്നേഹിക്കുന്നേ. കണ്ടോ, ഓടി വന്ന് പിടിക്കുന്നുണ്ടോ, ഓടി വന്ന് പിടിച്ചോണ്ട് പോവാ. അപ്പനെ കണ്ടു, തളർന്നു കഴിഞ്ഞപ്പോൾ മതി പോലെ, തളർന്നു കഴിഞ്ഞപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ വരെ ഈ അപ്പൻ കൊണ്ട് താങ്ങി. ഇങ്ങോട്ട് നോക്കിയേ, അത് ഓഫായി, ഇനി എന്നെ നോക്ക്, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലെന്ന്. ഇവൻ ഇന്നലെ പറഞ്ഞ പോലല്ലേ നമ്മളും പറയുന്നേ. എടാ, അപ്പൻ്റെ സ്നേഹത്തെ വിശ്വസിക്കണം. അടുത്തേക്ക് നമ്മളോട് അപ്പൻ്റെ സ്നേഹത്തെ വിശ്വസിക്കണം. എനിക്കറിയാം, എന്നോട് ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയട്ടെ. ദൂതന്മാർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബ്ലാങ്കറ്റുമായിട്ട് ഇവിടെ ഇറങ്ങി വരും. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അനേകർ ബ്ലാങ്കറ്റ്, ദൈവിക സ്നേഹത്തിൻ്റെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് ഇറങ്ങിപ്പോകാൻ പോതെ. ബഹുശേ ഞാനൊരു കാര്യം പറയട്ടെ, ആദമുനും ഹവ്വയ്ക്കും പറ്റിയ പരാജയം, ഇവർ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞില്ല. എടാ, പിശാച് കയറി വന്നപ്പോൾ പിശാച് ചോദിക്കുക, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈ ആദമിനും ഹവ്വയ്ക്കും ദൈവസ്നേഹത്തെ അറിയാമായിരുന്നെങ്കിൽ ആ പിശാചിനോട് പറയായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങളുടെ നന്മയ്ക്കാ, അത് ഞങ്ങളുടെ നന്മയ്ക്കാ. കാരണം ഞാൻ എന്തുകൊണ്ട് അത് കൊടുത്തില്ല അവന്, ഞാൻ എന്തുകൊണ്ട് അവന് അത് മേടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് കൊടുത്തില്ല? അതവന് തിരിച്ചറിവുണ്ടെങ്കിൽ അവൻ പറയും, എൻ്റെ അപ്പൻ തരാത്തത് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ തരാത്തത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നമ്മുടെ മുമ്പിൽ ശത്രു ഓരോന്ന് കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ പറയണം, എന്നെ സ്നേഹിക്കുന്നുകൊണ്ടാ, സംശയിക്കരുത്. അടുത്തേക്ക് നമ്മുടെ ദൈവം സ്നേഹത്തിലാ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നുകൂടെ പറഞ്ഞ, ദൈവം സ്നേഹത്തിലാ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് സ്നേഹത്തിന്റെ ബ്ലാങ്കറ്റ് കർത്താവ് നിന്നെ പുതപ്പിക്കാൻ പോവാ. ഇവിടെ നോക്കിയേ, എന്നെ നോക്കിയിരിക്കും ബ്രദറെ, എന്നെ നോക്കിയിരിക്കും, ശ്രദ്ധ പോകല്ലേ. ദൈവം നമുക്ക് വേണ്ടി സ്നേഹത്തിൽ ഓരോന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് നടക്കുന്നില്ല. അവൻ പ്ലാൻ ചെയ്യുക. അവൻ പ്ലാൻ ചെയ്യുന്നത് സ്നേഹത്തിലാ. ഇവൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അവന് കൊടുക്കണമെന്ന്. പക്ഷെ ഞാനത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ അവന് കൊടുക്കും. നീ വിചാരിക്കും ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം, ഇവൻ പറയുന്നത് ഇന്ന് കിട്ടിയാൽ കൊള്ളാം. പക്ഷെ എനിക്കറിയാം ഇന്ന് കിട്ടിയാൽ അതവന് ദോഷം ചെയ്യും. ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പറ, ദൈവം മനസ്സിൽ വെച്ചിട്ടുണ്ട്. അവൻ സ്നേഹത്തോടാ ചെയ്യുന്നത്. അവൻ അപ്പനേക്കാൾ അധികം സ്നേഹിക്കുക. അവൻ നമ്മളെ അപ്പനേക്കാൾ അധികം സ്നേഹിക്കുക. അവൻ എങ്ങനെയാ ചെയ്യുന്നത്? അവൻ സ്നേഹത്തോടാ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കും ഇപ്പൊ ഞാനൊരു ക്രൂസൈഡ് പ്രാസംഗികനായാലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയാലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. ദൈവത്തിനറിയാം അവൻ സ്നേഹത്തിൽ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ കാര്യം അങ്ങ് മാറിയിരുന്നെങ്കിൽ. ബട്ട് വൺ തിങ്, അവൻ നമ്മളെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുക. ഉറക്കെ പറഞ്ഞ, ദൈവം എന്നെ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറ, സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും എന്താ തടസ്സം? ആ തടസ്സം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ തടസ്സങ്ങളൊന്നും പിശാച് കൊണ്ടിരുന്നല്ല, അല്ലെങ്കിൽ ദൈവം അനുവദിച്ചതാവനെ. കാരണം എന്നാണെന്നറിയാമോ? അതിനകത്ത് ചില പ്ലാനിങ്ങുകൾ നടക്കുക. സ്വതന്ത്രം പറഞ്ഞോട്ടെ, അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന യേശുവല്ലായിരുന്നു. ദൈവം ഇത്രയും സ്നേഹിച്ച യേശുവിന് ഏതെല്ലാം രീതിയിൽ ഭൂമിയിൽ ഉപദ്രവം ഉണ്ടായി, ഏതെല്ലാം ഭൂമിയിൽ പ്രതിസന്ധികൾ നേരിട്ടു. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു, എൻ്റെ പിതാവ് അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഓ, ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന പിതാവ്, ഈ ലോകത്തിന്റെ കൺട്രോളർ, സകലത്തെയും അവന്റെ കാൽക്കീഴില. അവൻ നമ്മളെ പ്ലാൻ ചെയ്ത് കൊണ്ടു നടക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും അവിശ്വസിക്കരുത്. പറയണം, അവൻ സ്നേഹത്തിൽ ചെയ്യുന്നതാ. ഉറക്കെ പറയാൻ പഠിക്കണം, അവൻ സ്നേഹത്തിൽ ചെയ്യുന്നതാ. അവൻ സ്നേഹത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. അവൻ സ്നേഹത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവൻ സ്നേഹത്തിൽ എനിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക. അവൻ സ്നേഹത്തിൽ എനിക്ക് പ്ലാൻ ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടാണ് ബ്രദറെ ഒരു ബ്രേക്ക് ത്രൂ വരാത്തത്? ആ ബ്രേക്ക് ത്രൂവിന്റെ സമയം അപ്പൻ അറിയാം ബ്രദറെ. കാരണം എനിക്കറിയാം ഇവൻ എപ്പം മാറ്റം കൊടുക്കണം, എപ്പം ഇവൻ അത് കൊടുക്കണം, എപ്പം അത് കൊടുക്കണ്ട എന്നെനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ എനിക്കറിയാമെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പന് എത്രയധികം അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആരെ സ്നേഹിച്ചതുപോലെ? ഉറക്കെ പറഞ്ഞേ, ആരെ സ്നേഹിച്ചതുപോലെ? ഒന്നുകൂടെ പറഞ്ഞേ, ആരെ സ്നേഹിച്ചതുപോലെ? അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ തിന്മ വരത്തില്ല. ചിലത് അടയപ്പെട്ടാൽ അത് അപ്പൻ അനുവദിച്ചതാ. ചിലത് തുറക്കപ്പെട്ടത് അത് അപ്പൻ അനുവദിച്ചതാ. ചിലത് താമസിച്ചത് അത് അപ്പൻ അനുവദിച്ചതാ. അവൻ എന്നെ സ്നേഹിക്കുന്ന ആരെ സ്നേഹിക്കുന്നത് പോലെ യേശുവിനെ. അപ്പൊ പിന്നെ നമ്മുടെ നന്മ, അവൻ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവമാ. ഓ, ഇന്ന് എല്ലാ പ്രാസംഗികരും പറയുന്നു ലവ് ഹിം, അവനെ സ്നേഹിക്കേ. ബട്ട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവന്റെ സ്നേഹത്തെ മനസ്സിലാക്കുക, അവന്റെ സ്നേഹത്തിൽ വസിക്കേ.
അവൻ്റെ സ്നേഹത്തിൽ വസിക്കേ, അവൻ്റെ സ്നേഹത്തിൽ അങ്ങോട്ട് കയറിയിരി. ഇവനൊന്ന് തിരിച്ചറിഞ്ഞാൽ പോരെ, അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. പിന്നെ ഇവന് വിഷമമുണ്ടോ? പിന്നെ ഇവന് പ്രയാസമുണ്ടോ? പിന്നെ ഇവൻ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇവനറിയാം എന്നെ സ്നേഹിക്കുന്ന അപ്പൻ എനിക്കുണ്ട്. ഈ അപ്പൻ തക്ക സമയത്ത് എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും എന്നവനറിയാം. സഹോദര വിശ്വാസി, ഇന്ന് നമ്മൾ കൈയടിച്ച് പൊട്ടിക്കുന്നതല്ല പ്രധാനം, മറിച്ച് നമുക്ക് തിരിച്ചറിവ് വേണം. മൈ ഗോഡ് ഈസ് ലവിങ് മീ. എൻ്റെ ദൈവം എന്നെ ഉറക്കെ പറഞ്ഞ എൻ്റെ ദൈവം എന്നെ, ഒന്നുകൂടെ പറഞ്ഞ എൻ്റെ ദൈവം എന്നെ, ഒന്നുകൂടെ പറഞ്ഞ ദൈവം എന്നെ, ഒന്നുകൂടെ പറഞ്ഞ ദൈവം എന്നെ, ഓ എൻ്റെ ദൈവം എന്നെ, ഒന്നുകൂടെ പറ എൻ്റെ ദൈവം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. എത്രമാത്രം സ്നേഹിക്കുന്നു? യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ. എങ്ങനെ സ്നേഹിക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ. അതുകൊണ്ട് ഹവ്വായെ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ആ വൃക്ഷത്തിന്റെ ഫലം എനിക്ക് തിന്നാൻ കൊള്ളത്തില്ല, കാരണം എന്നെ സ്നേഹിക്കുന്ന അപ്പം പറഞ്ഞു തിന്നണ്ടാന്ന് പറയാമായിരുന്നില്ലേ? ആ സ്നേഹം തിരിച്ചറിഞ്ഞെങ്കിൽ ഹവ്വ പറഞ്ഞേനെ. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ മുമ്പിൽ ചിലത് നോ എന്ന് പറയുമ്പോൾ, ചില പിശാച് നമ്മളെ ടോണ്ട് ചെയ്യാൻ വരുമ്പോൾ, പിശാചിനോട് പറയണം, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവൻ വേണ്ടെന്ന് വെച്ചതാ. എന്നാടാ നിനക്ക് PS3 മേടിച്ച് തരാത്തെന്ന് പറയുമ്പോൾ സ്നേഹം തിരിച്ചറിഞ്ഞ കൊച്ചു പറയും, എടാ എനിക്ക് PS3 വേണ്ട, എൻ്റെ അപ്പനറിയാം എപ്പോൾ PS3 മേടിച്ച് തരണമെന്ന്. അല്ലാത്ത കൊച്ചു പറയും, എന്നാലും എനിക്ക് തന്നില്ലല്ലോ, എന്നാലും എനിക്ക് തന്നില്ലല്ലോ. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ബട്ട് ഹി ലവ്സ് യു. ഞാൻ എന്തുകൊണ്ട് മേടിച്ചു കൊടുത്തില്ല? അവൻ്റെ പഠിത്തത്തെ ബാധിക്കാതിരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ചിലത് ദൈവം എന്തുകൊണ്ട് പോയോ? ദൈവം എന്തുകൊണ്ട് നോ പറയുന്നു? ദൈവം എന്തുകൊണ്ട് നോ പറയുന്നു? നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അടുത്തേക്ക് നല്ല കൈ കൊടുത്ത് പറ, നിന്നെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒത്തിരി സ്നേഹിക്കുന്നൊന്നും പറഞ്ഞാൽ ഒന്നും ആകുകയല്ല ബ്രദറെ. ഒന്ന് ചിന്തിച്ച്, ആരെ പോലെ സ്നേഹിക്കുന്നു? യേശുവിനെ പോലെ. യേശുവിനെ എങ്ങനെ പിതാവ് സ്നേഹിച്ചോ? ഒരു കാര്യം മനസ്സിലാക്കിക്കേ, സമയമാകുന്നത് വരെ യേശു സുരക്ഷിതനായിരുന്നു. തള്ളിയിടാൻ നോക്കി, കമത്തിയിടാൻ നോക്കി, കല്ലെറിയാൻ നോക്കി, പക്ഷേ ഈ പിതാവ് സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ സുരക്ഷിതനായിരുന്നു. പിതാവ് സ്നേഹിച്ചു, അതുകൊണ്ട് അവൻ ഒന്നിനും മുട്ടില്ലായിരുന്നു ബ്രദറെ. അവൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ഒന്നിനും കുറവുള്ളതായിട്ട് പറഞ്ഞില്ല. കാരണം പിതാവ് അവനെ സ്നേഹിച്ച് അവന് വേണ്ടുന്നത് കൊടുത്തുകൊണ്ടിരുന്നു. പിതാവ് അവനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. പിതാവ് അവനെ നടത്തിക്കൊണ്ടിരുന്നു, അനുദിനം പരിപാലിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് യേശു പറയുക, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അങ്ങ് ഇവരെയും സ്നേഹിക്കുന്നു. അർത്ഥം 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 ഇത്രയേ ഉള്ളൂ. യേശുവിനെ പോലെ നമ്മളെയും സ്നേഹിക്കുന്നു. അതുപോലെ നമ്മളെ നടത്താൻ പിതാവ് തയ്യാറാ. ഒരു കാര്യം ചെയ്താൽ മതി, നീ സ്നേഹത്തിലൊന്ന് വസിച്ചാൽ മതി. അണ്ടർസ്റ്റാൻഡ് ഹിസ് ലവ്. അവൻ്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കുക, അവൻ്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കുക, അവൻ്റെ സ്നേഹത്തെ ഒന്ന് തിരിച്ചറി. ആ സ്നേഹത്തിനകത്തേക്ക് വരും. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ചിലത് താമസിക്കുന്നു, ഡോണ്ട് വറി, ഡോണ്ട് വറി. പറ, പിതാവ് അറിയാതൊന്നും താമസിക്കത്തില്ല. എടാ, പിതാവ് അറിയാതൊന്നും താമസിക്കത്തില്ല. പിതാവ് അറിയാതൊന്നും തടയപ്പെടത്തില്ല. അവൻ സർവ കൺട്രോളറാണ്. അവന് കഴിയാത്ത കാര്യമില്ല. അവൻ അനുവദിക്കാതെ സംഭവിക്കത്തില്ല. അവൻ എന്നെ കൺട്രോൾ ചെയ്യുന്നു. അതിന് അപ്പം തെസ്സലോനിക്കയിലെ പറഞ്ഞതുപോലെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ പറ്റും. ചിലരൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല, ദിവാസ്വപ്നത്തില. അമേൻ അമേൻ. എന്താ സംഭവിക്കുന്നത്? നമുക്ക് തെസ്സലോനിക്കയിലെ പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ കഴിയും. ഇവൻ എന്നെ തിരിച്ചറിഞ്ഞ്, ഇവൻ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയാൽ, ഇവൻ ചോദിക്കുന്നത് തന്നില്ലല്ലോ, അവൻ എന്നാ പറയും? സ്തോത്രം. കാരണം അവൻ അറിയാം, കാരണം എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത് തരാഞ്ഞത്. ഓ, എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നിങ്ങൾ എത്ര പേര് ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി? അടുത്ത ചില നിമിഷങ്ങൾ ദൂതന്മാർ ആ സ്നേഹത്തിന്റെ ബ്ലാങ്കറ്റ് നിങ്ങളുടെ മേലിടും. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോണം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ അനാഥനായിട്ടല്ല പോകുന്നത്, നീ ആരുമില്ലാത്തവനായിട്ടല്ല പോകുന്നത്. നിന്നെ പൊതിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കീഴിൽ ഒരു കോഴിയുടെ കീഴിൽ കുഞ്ഞിരിക്കുന്നത് പോലെ നീ അവന്റെ രഹസ്യ സ്ഥലത്തേക്ക് ഇരിക്കുന്ന വ്യക്തിയാ. അതൊന്ന് തിരിച്ചറിഞ്ഞു പോകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയും, പിശാചെന്നെ അടിച്ച്. നിന്നെ അടിക്കാൻ പറ്റുമോടാ? നിന്നെ പിതാവ് ആരെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചത്? യേശുവിനെ സ്നേഹിച്ചതുപോലെ. എടാ പിശാചെ, മരുഭൂമിയിൽ എൻ്റെ യേശുവിനെ നീ പരീക്ഷിക്കണമെങ്കിൽ അപ്പൻ സമ്മതിക്കാതെ പറ്റുമോ? അപ്പൻ അനുവദിച്ചതാത്. അപ്പൻ അനുവദിക്കാതെ യേശുവിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, അപ്പൻ അനുവദിക്കാതെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. തിരിച്ചറി, 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 തിരിച്ചറി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല. നിങ്ങൾക്ക് എന്തോ ഉണ്ട്, എവിടെയോ ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ബഹളമാണ്. പക്ഷെ ഇതൊന്ന് തിരിച്ചറിയേ, ഹി ലവ്സ് യു. പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നു.
ഇനി നിരാശയുണ്ടോ? ഇനി പിണക്കമുണ്ടോ? ഇനി എനിക്കത് കിട്ടിയില്ലെന്ന് പറഞ്ഞൊരു വിഷമമുണ്ടോ? ഇനി എന്നെ അവർ സ്നേഹിച്ചില്ല എന്നൊരു പരാതി പറയണോ? ഇടയ്ക്ക് ഞങ്ങളുടെ മിക്കോസ് പറയും, അപ്പയ്ക്ക് എന്നേക്കാ ഇഷ്ടം ദെബോറയാ. അവർക്കറിയാൻ മേലാഞ്ഞിട്ടല്ലേ. എനിക്ക് സ്നേഹക്കുറവുണ്ടോ? എനിക്ക് 3 പേരെയും ഇപ്പം 4 പേരെയും ഒരുപോലെ ഇഷ്ടമാണ്. സ്തോത്രം. ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ബാബുച്ചാനേക്കാൾ അധികം പിതാവ് എന്നെ സ്നേഹിക്കുന്നില്ല. എന്നെയും ബാബുച്ചാനെയും ഒരുപോലെ സ്നേഹിക്കുന്നത്. പക്ഷേ എൻ്റെ അറിവുകേട് കൊണ്ട് ഞാൻ ചിലപ്പം പറയും, ബാബുച്ചാന് റീജൻസി വലിയ പൊസിഷനുണ്ട്, എന്നേക്കാൾ ഇഷ്ടം ദൈവത്തിന് ബാബുച്ചാനെ. അല്ലല്ല, ബാബുച്ചാനെ ഇരുത്തേണ്ടത് എവിടാന്നും എന്നെ ഇരുത്തേണ്ടത് എവിടാന്നും ദൈവത്തിനറിയാം. എന്നെ എവിടെ ഇരുത്തണമെന്നും നിന്നെ എവിടെ ഇരുത്തണമെന്നും ദൈവത്തിനറിയാം. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ചിന്തിക്കും, ആ പാസ്റ്ററെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു, ഈ പാസ്റ്ററെ ഒത്തിരി. നോ, എനിക്കും ആ പാസ്റ്റർക്കും ഇവനും കൊടുത്ത വില ഒന്നാം. എന്നെയും നിങ്ങളെയും ഇവരെയും എല്ലാം പിതാവ് ഒരുപോലെ സ്നേഹിക്കുന്നത്. സെയിം ലവ്, നോ ഡിഫറൻസ്. ഒരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ട് ഒരു വ്യത്യാസവുമില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ നിനക്ക് സകലവും തരാതിരിക്കുമോ? ഇന്ന് പകൽക്കാലം ആ കണ്ണുകളടച്ച് ഒന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് എഴുന്നേറ്റ് നാട്ടെ. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ബ്രദറെ, ഈ പകൽക്കാലം നിനക്ക് വേണ്ടത് നീ തിരിച്ചറിയ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എന്നെ അവരെ സ്നേഹിക്കുന്നില്ല, എന്നെ ഇവരെ സ്നേഹിക്കുന്നില്ല, അവരെന്നെ നോക്കുന്നില്ല. നോ, അത് ഇമ്മച്യൂരിറ്റിയുടെ വാക്കുകളാണ്, നിന്റെ പക്വതക്കുറവിൻ്റെ വാക്കുകളാണ്. എന്നെ ദൈവം സ്നേഹിക്കുന്നു. കരമുയർത്തി പറ, കർത്താവേ എന്നെ സ്നേഹിക്കുന്നതിനായി. ഒന്നുകൂടെ പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നതിനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. എന്നെ സ്നേഹിക്കുന്നതിനായി നിത്യസ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നതിനായി. അന്ന് പറഞ്ഞേ, നീ എന്നെ സ്നേഹിക്കുന്നതിനായി. ആരും എന്നെ സ്നേഹിച്ചില്ലേലും, ആരും എന്നെ മൈൻഡ് ചെയ്തില്ലേലും, നീ എന്നെ സ്നേഹിക്കുന്നതിനായി. സ്തോത്രം. കണ്ണുകൾ അടച്ചിരുന്നേ. ഇവിടെ തകർന്ന ഹൃദയത്തോടെ വന്നവരുണ്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. എന്താ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടതാണോ? പത്രോസും യോഹന്നാനും തമ്മിലുള്ള 2 വ്യത്യാസം. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ല. പത്രോസ് അങ്ങോട്ടങ്ങ് സ്നേഹിക്കാൻ നോക്കി. എന്നാൽ യോഹന്നാൻ അങ്ങനല്ല. ഇങ്ങോട്ട് നോക്കിയേ, കണ്ണുകൾ തുറന്ന്. യോഹന്നാൻ എങ്ങനെയായിരുന്നു അറിയാമോ? ആ സ്നേഹത്തിൽ അങ്ങ് വസിച്ചു. അവന്റെ മാറോട് ചേർന്ന് അങ്ങ് കിടന്നു. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, തള്ളി പറഞ്ഞു. എന്നാൽ അവന്റെ സ്നേഹത്തിൽ വസിച്ചവൻ ക്രൂശിന്റെ ചോട്ടിൽ നിന്നു. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നടന്നവൻ കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷേ യോഹന്നാൻ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല. യോഹന്നാൻ അവന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ മാറോട് ചേർന്ന് കിടന്നു. ഈ മാറോട് ചേർന്ന് കിടന്നവൻ ക്രൂശിൽ യേശു മരിക്കുമ്പോൾ ക്രൂശിന്റെ ചോട്ടിൽ നിൽപ്പുണ്ട്. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, നീ സ്വീകരിക്കേ. മനസ്സിലാവുന്നുണ്ടോ? അണ്ടർസ്റ്റാൻഡ് ഹിസ് ലവ്. അവന്റെ സ്നേഹം. പറഞ്ഞിട്ട് അവന്റെ സ്നേഹം. നമ്മുടെ സ്നേഹമല്ല, അവന്റെ സ്നേഹം. ഒന്നും ആഗ്രഹിച്ചുള്ള സ്നേഹമല്ല, ഒന്നും പ്രതീക്ഷയുള്ള സ്നേഹമല്ല. കണ്ണുകൾ അടച്ച്. അവന്റെ സ്നേഹം. പറഞ്ഞാണ് അവന്റെ സ്നേഹം. ഒന്നുകൂടെ പറയാം, അവന്റെ സ്നേഹം. അപ്പൊ സംഭവിക്കുന്നതൊക്കെ നന്മയ്ക്കല്ലേ? നീ പിറുപിറുക്കേണ്ട ആവശ്യമുണ്ടോ? നീ വേദനിക്കേണ്ട ആവശ്യമുണ്ടോ? ആ താമസം കണ്ട് നീ ഭാരപ്പെടണോ? വേണ്ട. കാരണം എന്റെ അപ്പൻ ഈസ് പ്ലാനിങ്. പറഞ്ഞാൽ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നു ബ്രദറെ ശ്രദ്ധിക്ക്, അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ തകരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നീ തളരാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നീ വീണു പോകാതിരിക്കാനാണ് ഞാൻ നിന്നെ പറയുന്നത്. പിശാച് നിന്നെ പാറ്റിക്കളയാതിരിക്കാനാ ഞാൻ ഈ ദൂത് പറയുന്നത്. He is loving you. അവൻ നിന്നെ സ്നേഹിക്കുക. നീ നിന്റെ കുഞ്ഞിനെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് നോക്കുന്നില്ലേ? നീ രാത്രിയിൽ നിന്റെ കുഞ്ഞിന് വേണ്ടി കരയുന്നില്ലേ? എന്നിട്ട് പറയാ, അതിലൊക്കെ വലുതാ കുഞ്ഞെ എന്റെ സ്നേഹം നിന്നോടുള്ളത്.
അമ്മ മറന്നാ പോരും, അമ്മ മറന്നാ പോരും, അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു അമ്മ മറന്നാ പോലും ഞാൻ നിന്നെ മറക്കുകയല്ല. അങ്ങനെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. കണ്ണുകളടച്ചേ പറ, എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിനായി. ചില കണ്ണുകളൊക്കെ നിറഞ്ഞു കവിയുക. ദൈവസ്നേഹം ഈ ഹോളിൽ ഇറങ്ങി വരിക. ഞാൻ പറഞ്ഞല്ലോ, ദൂതൻ ഈ ഹോളിൽ ബ്ലാങ്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ചിലരെ അവന്റെ സ്നേഹത്തിൽ പുതയ്ക്കാൻ പോവാ. നിന്നെ തള്ളി പറഞ്ഞവരുടെ മുമ്പിൽ, നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ കാര്യമില്ലെന്ന് പിശാചിന്റെ ചെവി പറയുമ്പോൾ, നീ ഒന്നുമല്ലെന്ന് പിശാചിന്റെ ചെവി പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ സ്നേഹമല്ല ഇവിടെ പ്രധാനം. He is loving you. അവൻ നിന്നെ സ്നേഹിക്കുന്നു. പണ്ട് ഒരു യേശുദാസിന്റെ പാട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നു, ദൈവസ്നേഹം വർണ്ണിക്കാൻ വാക്കുകളില്ലെന്ന് പറഞ്ഞു. ശരിയാ, എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഈ സ്നേഹത്തെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ആരും എന്നെ സ്നേഹിക്കാത്തതുപോലെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഞാൻ പാപം ചെയ്തപ്പോഴും, ഞാൻ തെറ്റ് ചെയ്തപ്പോഴും, ഞാൻ കുറ്റം ചെയ്തപ്പോഴും മാറി നിൽക്കാതെ എന്നെ ചേർത്ത് പിടിച്ച സ്നേഹമല്ലേ. മലാഖിയുടെ പുസ്തകത്തിൽ ചോദിച്ചു, നീ ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു? ഇന്ന് കണ്ണടച്ച് കേട്ടെ, ഇവിടെ ഇരിക്കുന്ന ചിലർ ചോദിക്കുക, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തെളിവ് ഞാൻ പറയാൻ പോവാ. എടാ, കോടാനുകോടി ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ തെരഞ്ഞു പിടിച്ചത് അവന്റെ സ്നേഹമല്ലേ. നിന്റെ കുടുംബത്തിൽ ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ അനേകർ ഇരിക്കുമ്പോൾ, നിന്റെ സംസ്ഥാനത്ത്, നിന്റെ രാജ്യത്ത്, നിന്റെ ജില്ലയിൽ അനേകർക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നിന്നെ സ്നേഹിച്ചു എന്നുള്ളതിന്റെ തെളിവാ ഇന്ന് നീ മെസ്സേജ് കേൾക്കുന്നത്. ഇന്ന് നീ മെസ്സേജ് കേൾക്കുന്നത്. നമ്മൾ ചോദിക്കുക, എങ്ങനെ നീ എന്നെ സ്നേഹിച്ചു? യെസ്, ഹി ഈസ് ലവിങ് യു. ഇതുവരെ അവൻ പരിപാലിച്ചത്, ഇതുവരെ അവൻ സൂക്ഷിച്ചത്, ഇതുവരെ അവൻ സംരക്ഷിച്ചത് ആ സ്നേഹമാ കുഞ്ഞേ, ആ സ്നേഹമാ. പിശാച് നിന്റെ മുമ്പിൽ വഴികൾ തുറക്കുമ്പോ പറയണം, ഡോ, നിന്റെ വഴി എനിക്ക് വേണ്ട, എന്നെ സ്നേഹിക്കുന്ന അപ്പൻ എനിക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്. പിശാചിന്റെ മുമ്പിൽ പാപത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ പിശാചിനോട് പറയണം, എന്നെ സ്നേഹിക്കുന്ന അപ്പൻ എന്നെ കരുതും. കണ്ണുകളടച്ച് കരമുയർത്തിക്കേ, പറഞ്ഞ്, നീ എന്നെ സ്നേഹിക്കുന്നു, നിത്യസ്നേഹത്താൽ നീ എന്നെ സ്നേഹിക്കുന്നു. കണ്ണുകളടച്ചേ, ദൂതൻ ബ്ലാങ്കറ്റുമായിട്ട് ഈ ഹോളിലുണ്ട്. ആത്മാവിൽ പാടിക്കോ, ചില ബ്ലാങ്കറ്റുകൾ നിന്റെ മേൽ വരാൻ പോവാ. ഓ ദൂതൻ ബ്ലാങ്കറ്റുമായി നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് പാടിക്കേ, സ്നേഹത്താ എന്നെ സ്നേഹിച്ചു. സ്നേഹത്തെ അമ്മയേകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ. Oh, we worship you, Jesus. കരമുയർത്തി പാടിക്കേ, ദൂതൻ നിന്റെ മേൽ സ്നേഹത്തിന്റെ ബ്ലാങ്കറ്റുകൾ ഇടുക. ആരും നിന്നെ സ്നേഹിക്കാനില്ലാതിരുന്നപ്പോൾ, ആരും നിനക്ക് കൈപിടിക്കാനില്ലാതിരുന്നപ്പോൾ, ആരും നിന്നെ താങ്ങാനില്ലാതിരുന്നപ്പോൾ അവൻ തേടി വന്നു. പ്രിയനെ, അമ്മ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, അമ്മ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ആ രണ്ട് കൈയും ശ്രദ്ധിച്ചേ, ആ രണ്ട് കൈയും നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് പാടിക്കുക. നിത്യസ്നേഹത്താൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പാട്. എന്നെ സ്നേഹിച്ചു, അത് മാറാത്ത സ്നേഹമാ,
അത് മറക്കാത്ത സ്നേഹമോ, അത് മാറാത്ത സ്നേഹമോ, അത് മാറിപ്പോകാത്ത സ്നേഹമോ? നിത്യ സ്നേഹത്താ, ആ സ്നേഹത്തിന്റെ ബ്ലാങ്കറ്റുമായി, സ്നേഹത്തിന്റെ ബ്ലാങ്കറ്റുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരട്ടെ. സ്നേഹത്തിന്റെ ബ്ലാങ്കറ്റുകളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഈ ഹോളിലേക്ക് ഇറങ്ങി വരട്ടെ. ആരും സ്നേഹിക്കാനില്ലെങ്കിലും നിന്നെ സ്നേഹിക്കാൻ യേശുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കുവാൻ, യേശുവിനെ എങ്ങനെ നടത്തിയോ അതുപോലെ നിന്നെ നടത്തുവാൻ, യേശുവിനെ എങ്ങനെ പരിപാലിച്ചോ അതുപോലെ പരിപാലിപ്പാൻ, യേശുവിനെ എങ്ങനെ സംരക്ഷിച്ചോ അതുപോലെ സംരക്ഷിപ്പാൻ ദൈവം നിനക്ക് കൂടെ. നിങ്ങളുടെ കണ്ണുകൾ അടച്ചൊന്നൂടെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ ദൈവം എന്നെ സ്നേഹം, നിത്യസ്നേഹത്താ. ആരുമില്ലാതെ നിന്നപ്പോൾ, എല്ലാവരും തള്ളിപ്പളഞ്ഞപ്പോൾ ഈ ലോകത്തിലെ ആളുകൾ സ്നേഹിക്കുന്നത് ആവശ്യങ്ങൾക്കനുസരിച്ച, ഈ ലോകത്തിലെ ആളുകൾ സ്നേഹിക്കുന്നത് നിങ്ങളുടെ പദവിക്കനുസരിച്ച. But he loves you. ഒന്നുമില്ലാതെ കിടക്കുമ്പോൾ, പാപത്തിൽ കിടക്കുമ്പോൾ, ചേറ്റിന്റെ കുഴിയിൽ കിടക്കുമ്പോൾ ദൈവ സ്നേഹം നിന്നെ തേടി വന്നു. എല്ലാരേക്കാൾ അധികം ദൈവം നിന്നെ സ്നേഹിക്കും. ആരേക്കാൾ ഉപരി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അടുത്തേക്ക് നാളെ ഒന്ന് ഹഗ് ചെയ്തിട്ട് പറ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിച്ചേ, നിത്യ സ്നേഹത്താ സ്നേഹിച്ചു. ആളിനെ കെട്ടിപ്പിടിച്ചേ, ഒരാളിനെ കെട്ടിപ്പിടിച്ചേ, ഒന്ന് ഹഗ് ചെയ്ത് നിന്ന്, ഒന്ന് ഹഗ് ചെയ്ത് നിന്ന്, ഒന്ന് ഹഗ് ചെയ്ത് നിന്ന്. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. ദൂതൻ ബ്ലാങ്കറ്റുമായി ഈ ഹോളിലൂടെ ചലിക്കട്ടെ. ദൂതന്മാർ ഈ ഹോളിൽ ബ്ലാങ്കറ്റുമായി ചലിക്കട്ടെ. അനുഭവിക്കുന്ന ദൈവമക്കൾ, ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ. ദൈവസ്നേഹം, 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 ദൈവസ്നേഹം. ആരും സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ദൈവം, അവനൊന്നും പ്രതീക്ഷയല്ല സ്നേഹിക്കുന്നത്. ലോകം നൽകിയിടും സ്നേഹം. എത്ര പേര് ഈ സന്തോഷം അനുഭവിക്കുന്നു? എത്ര പേര് സന്തോഷം അനുഭവിക്കുന്നു? എത്ര പേരുടെ ഉള്ളിൽ ആ സ്നേഹം നിറയുന്നുണ്ട്? യു ആർ നോട്ട് അലോൺ. നീ ഒരു ഓർഫൻ അല്ല, നീ ഒരു ഏകാന്തതയിൽ ജീവിക്കുന്ന വ്യക്തിയല്ല. നിനക്ക് ദൈവമുണ്ട്. He loves you. യേശുവിനെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഈ ഹോളിൽ അനേകരുടെ മേൽ ദൂതൻ ബ്ലാങ്കറ്റ് ഇട്ട് കഴിക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ബ്ലാങ്കറ്റ് പുതപ്പിക്കുന്നത് പോലെ പിതാവിന്റെ സ്നേഹത്താൽ ഇവിടെ അനേകരെ പുതപ്പിച്ചിരിക്കുക. സ്വർഗ്ഗ പിതാവേ, ആ സ്നേഹത്തിന്റെ പുതപ്പ് അങ്ങിട്ടിരിക്കുന്നതിനായി സ്തോത്രം. ആ സ്നേഹത്തിൽ വസിപ്പാൻ, ആ സ്നേഹത്തിൽ വസിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ഒരൊറ്റ കാര്യം, ഈ പിതാവിന്റെ സ്നേഹം അനുഭവിപ്പാൻ ഒരൊറ്റ വഴിയുള്ളൂ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അവനോട് ചേരുവാൻ സ്നാനപ്പെടുക. അവന്റെ മാറോട് ചേർന്നിരിക്കുക. ഈ വലിയ സ്നേഹം അനുഭവിപ്പാൻ നമുക്ക് കഴിയും. God loves you. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളിലൂടെ എത്ര പേരോട് ദൈവം സംസാരിച്ചു? എത്ര പേരുടെ ഹൃദയം കുളിരായി? ആ കരം മാത്രം ഉയർത്തിപ്പിടിച്ച് യഥാർത്ഥമായി ദൈവസ്നേഹം അനുഭവിച്ചോർ ഇന്ന് പറഞ്ഞു വിടുന്ന ഒറ്റ ദൂത്, ആ സ്നേഹത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്നാണ്.